കഥയിലുമുണ്ടൊരു കാര്യം. എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളും നമ്മൾ സ്റ്റോറി തെറാപ്പി, ഒരു കഥയും കഥയുടെ മൂല്യത്തെയും ഒക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചറിയാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മളുടെ കൂടെ തന്നെയുള്ള മോഹൻദാസ് സാറാണ് നമുക്ക് വേണ്ടി കഥ പറയുന്നത്. ഈ കഥയ്ക്ക് ചില പ്രത്യേകതയുണ്ട്. സാർ നമ്മൾ കഥ കേൾക്കുന്നത് പോലെയല്ല, സ്വന്തമായി കഥ എഴുതി ആ കഥയാണ് സാർ പ്രസന്റ് ചെയ്യുന്നത്. തന്നെയുമല്ല, സാറിന്റെ കുട്ടിക്കാലം മുതൽ കഥയോടും അല്ലെങ്കിൽ സാഹിത്യത്തോടൊക്കെ ഒരു വലിയ അഭിനിവേശമുണ്ടെന്ന് സാറ് പറയുകയുണ്ടായി. സ്കൂളും അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് സാർ കഥകൾ എഴുതിയിരുന്നു. പിന്നെ ജോലി തിരക്കുകൾ, സാറ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ അതിലെ ക്ലർക്കായി ജോയിൻ ചെയ്തു, ചീഫ് മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. ഈ കാലഘട്ടങ്ങളിലെല്ലാം കഥകൾ കുറിച്ചിടുകയും അതുപോലെ സാഹിത്യപരമായിട്ടുള്ള കൃതികൾ, ചെറിയ ചെറിയ ലേഖനങ്ങളൊക്കെ എഴുതുന്ന ഒരു സ്വഭാവം സാറിനുണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. കരമനയാണ് സാറിന്റെ സ്വദേശം. കാടെല്ലാം പിച്ചിപ്പൂ എന്ന ഒരു കഥാ സമാഹാരം 2022 സാറ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് സാറ് തന്നെ രചിച്ച ഒരു കഥ നമുക്ക് വേണ്ടി പറയുകയാണ്. വളരെ ശ്രദ്ധയോടെ നമുക്ക് കേട്ടിരിക്കാം. സോ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ മോഹൻദാസ് സാറിനെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. അതെ, എല്ലാവർക്കും നമസ്കാരം. ഇത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഈ ഗ്രൂപ്പിൽ വരാനും ഈ ഗ്രൂപ്പിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കഥ അവതരിപ്പിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാവുന്നുള്ളതും ഒരു യാദൃച്ഛികമാണ്. പിന്നെ തൊഴുത്തറ ഒരു സൗഹൃദ വേദിയുണ്ട്, സാഹിത്യ സൗഹൃദ വേദി. അതിൽ കൂടി നേരിൽ കണ്ടില്ല പോലും പ്രദീപ് സാറിനെയാണ്, കിടങ്ങൂർ പ്രദീപിനെയാണ് ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടുന്നത്. അത് ഇങ്ങനെ ചാറ്റിൽ കൂടി പുള്ളിയുടെ അവിടുത്തെ ഒരു ഇതുണ്ടാവും, ചാറ്റ് മെസ്സേജ് ഉണ്ടാവും. അത് എനിക്ക് ഇഷ്ടമായി. പുള്ളിയായിട്ടവനെ ഒന്ന് ബന്ധപ്പെട്ട് സംസാരിച്ചു. പരസ്പരം കാണുന്നില്ല. അദ്ദേഹമാണ് എന്നെ ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നത്, നമ്മുടെ പുനർനവ ഇതിലേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പം അവിടെ നിന്ന് ജോസി സാറ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഓരോന്നും ഓരോ എന്താ പറയുക, ഒരു നിമിത്തമാണല്ല. പിന്നെ സാബു സാറ് കഥ വായിക്കണം എന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ്, തുടക്കമാണ്. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്തുകയും മേൽക്കൊണ്ട് ഭാവിയിലേക്ക് അത് ഒരു പ്രയോജനമായി മാറുകയും ചെയ്യും. ഏതായാലും ഈ സന്ദർഭം ഒരുക്കി തന്ന ജോസി സാറിനും സാബു സാറിനും അത് കേൾക്കാൻ വന്നിരിക്കുന്ന സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ കഥ എന്ന് പറയുന്നത് പിന്നെ സാങ്കല്പികമല്ല, യാഥാർത്ഥ്യത്തിലുള്ളത് തന്നെയാണ്. അത് ഇങ്ങനെ കുറേ ദിവസം മനസ്സിലിങ്ങനെ കിടന്നു. അത് പിന്നെ ഇങ്ങനെ എന്ന് പറഞ്ഞൊരു അക്ഷരങ്ങളിൽ കൂടി അത് പകർത്തുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ എഴുതിയത് ആദ്യം തമിഴാണ് എൻ്റെ മാതൃഭാഷ. അത് പിന്നെ മലയാളത്തോട്ട് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ചിലപ്പം ഞാൻ ഉദ്ദേശിക്കാത്ത വന്നിട്ടുണ്ട്, എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. കഥയിലേക്ക് കടക്കുകയാണ്. കഥയുടെ നാമം ജനനം. നേരം വെളുത്താൽ മകരപ്പൊങ്കലാണ്. അമ്മേ ദേവി, നാളെ ഉച്ചവരെ അദ്ദേഹത്തിനും കുട്ടികൾക്കും ആഹാരം ഉണ്ടാക്കി വിളമ്പി കൊടുക്കുന്നവരെയുള്ള സമയം എനിക്ക് തന്നെങ്കിൽ മതി. ദേവി, നല്ലൊരു ദിവസമായിട്ട് മകരം 1-ാം തീയതിയായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഇടവരുത്തരുത്. അവർക്ക് ദേഷ്യം വരുത്താതെയും നീരസമുണ്ടാക്കാതെയും വേണം എനിക്ക് കുഞ്ഞു ജനിക്കാൻ. അവൾക്കിത് 4ാമത്തെ പ്രസവമാണ്. മൂത്ത കുട്ടിക്ക് 7 വയസ്സായി. രണ്ടാമത്തെ ആൾക്ക് 5 വയസ്സ്. 3ാമത്തെ കുട്ടിക്ക് 3. അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പണികൾ ചെയ്യാൻ തുടങ്ങി. മൂത്ത മകളോട് പറഞ്ഞ് നിലം അടിച്ചുവാരി ഉടപ്പിച്ച് വലിയ പാത്രത്തിൽ വെള്ളം നിറച്ചു വെച്ചു. പൊങ്കാലയിടാനുള്ള വലിയ കലം, അരി, പയറ് എല്ലാം എടുത്തു വെച്ചു. ഇത്രയും ചെയ്തപ്പോൾ ക്ഷീണം തോന്നിയത് കാരണം അവൾ അല്പസമയം കിടന്നു, ഒന്ന് മയങ്ങിപ്പോയി. അദ്ദേഹത്തിന് 3 സഹോദരന്മാരാണുള്ളത്. മൂത്ത ആൾ ഹൃദയസ്തംഭനം മൂലം മരിച്ചുപോയി. അദ്ദേഹത്തിന് ഭാര്യയും 2 മക്കളുമാണുള്ളത്. അടുത്ത സഹോദരൻ വിവാഹം കഴിഞ്ഞ് 3 മക്കളാണ്. ഇദ്ദേഹത്തിന് 3 മക്കളായി കഴിഞ്ഞു.
ഇപ്പോൾ നാലാമത്. ഏറ്റവും ഇളയ സഹോദരൻ വിവാഹം കഴിച്ചിട്ടില്ല. കൂട്ടുകുടുംബം തന്നെയാണ്. ഒരേ വളപ്പിൽ തന്നെ 3 വീടുകൾ. ഇളയ അനിയൻ മൂത്ത ചേട്ടന്റെ വീടിനോട് ചേർന്ന് പ്രത്യേകമായി ഒരു മുറിയുണ്ട്. അദ്ദേഹത്തിന് ചാലയിൽ ഒരു ചെറിയ കടയുണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടയാണ്. പച്ചക്കറി ചന്തയുടെ അരികിലാണ്. രണ്ടാമത്തെ ആൾ ഒരു കടയിൽ പണിയെടുക്കുന്നു. ഇളയ ആൾ ഒരു പാത്രക്കടയിൽ ജോലി ചെയ്യുന്നു. മധുരപ്പൊങ്കൽ, ദീപാവലി എന്നീ 2 പൊതുവായിട്ടുള്ള ആഘോഷങ്ങളാണ്. വീട്ടുവളപ്പിൽ മധ്യത്തിലായി വലിയ ഉരുൾ കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു സഹോദരന്റെ വീടിന്റെ മുറ്റത്ത് നിലത്ത് അടുപ്പ് കൂട്ടി കുഴച്ച് മണ്ണ് കൊണ്ട് വരമ്പുണ്ടാക്കി കുരുത്തോല കൊണ്ട് അലങ്കരിച്ച് കരിമ്പും മഞ്ഞളും തോരണം പോലെ കെട്ടി 5 കലങ്ങളിൽ പൊങ്കാലിടുന്നതാണ് അദ്ദേഹത്തിന്റെ അമ്മ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള രീതി. ഓരോരുത്തരും വിവാഹം കഴിഞ്ഞ് സ്വന്തം കുടുംബവുമായി കഴിയുന്നുവെങ്കിലും ആ ശീലത്തിന് മാത്രം മാറ്റമില്ല. വിവാഹം കഴിക്കാത്ത അനിയനാണ് അടുപ്പ് കൂട്ടുന്നതിന്റെ ചുമതല. പൊങ്കാലിടാനുള്ള സ്ഥലം വൃത്തിയാക്കി പാത്രത്തിൽ വെള്ളം, മൺചട്ടി, തെങ്ങിൻ പൂവ്, കുരുത്തോല, കരിമ്പ്, മഞ്ഞൾ ഇവയൊക്കെ തയ്യാറാക്കി വെക്കണം. ഇളയവൻ അത്താഴം കഴിഞ്ഞ് സിദ്ധമായി വന്ന് അടുപ്പ് കൂട്ടി എല്ലാം തയ്യാറാക്കി വരുമ്പോൾ രാത്രി 2 മണിക്ക് ആയേക്കും. അതിനുശേഷം പൊങ്കാലിടാനുള്ള കലങ്ങളിൽ കോലമിട്ട് പൂമാലകൾ കെട്ടിവയ്ക്കും. എന്തായാലും നമ്മുടെ പൊങ്കൽ കലവും അവിടെ കൊണ്ടു ചെന്ന് വെച്ചേക്കാം. രാവിലത്തെ കാര്യം എങ്ങനെയാണോ ആവും. ക്ഷീണം മാറി ഉന്മേഷത്തോടെ അവൾ എണീറ്റു. പ്രഭാതമായി. വേദന ഇനിയും തുടങ്ങിയിട്ടില്ല. മധ്യാഹ്നം വരെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടത്തിയേക്കാമെന്ന് അവൾക്ക് തോന്നി. അവൾ ധൈര്യത്തോടെ പണികൾ തുടങ്ങി. ആസ്പത്രിയിൽ കൊണ്ടുപോകാനുള്ള തുണികൾ, പാത്രങ്ങൾ തുടങ്ങിയവയെല്ലാം അവൾ ഒരു സഞ്ചിയിൽ എടുത്തു വെച്ചു. കുളിച്ചിട്ട് വന്ന് പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു. എന്നിട്ട് മുറ്റത്തേക്ക് വന്നു. കിഴക്ക് വെളുത്തു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവരും പൊങ്കാലയിടാൻ തയ്യാറായി നിന്നിരുന്നു. വിളക്ക് കത്തിച്ച് അടുപ്പ് കൂട്ടി പൊങ്കൽ ഇടാൻ ഒരുങ്ങി. അരി കഴുകിയ വെള്ളം ഒഴിച്ച് തീ കൂട്ടി വെച്ചപ്പോൾ പാൽ പൊങ്ങി വന്ന് കലത്തിന്റെ മുകളിലെത്തി. എല്ലാവരും ഉലവയിട്ടു. എന്നാലല്ലേ 4 പേർക്ക് അറിയാൻ പറ്റൂ. പാൽ തിളച്ചു തൂവി കഴിഞ്ഞു. സൂര്യന് പൊങ്കൽ വെച്ച് കഴിഞ്ഞു. കുതിർത്ത പച്ചരിയും ശർക്കരയും കുഴച്ച് ഒരു തളികയിൽ, പഴവും ശർക്കരയും ചേർത്ത് മറ്റൊരു തളികയിൽ. ദീപം കാണിച്ച് തൊഴുത് അവൾ നിമിർന്നു നിന്നു. അമ്മേ ദേവി, എന്നെ രക്ഷിച്ചുവല്ലോ. ഈ കുഞ്ഞിനോടും കരുണ കാണിച്ചുവല്ലോ. അവൾ കൈകൾ കൂട്ടി തൊഴുതു. പെട്ടെന്ന് തന്നെ മറ്റു പണികൾ തീർക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾക്ക് രാവിലത്തെയുള്ള ഭക്ഷണം, ഉച്ചത്തേക്കുള്ള 1-2 കറികൾ എല്ലാം തയ്യാറാക്കി. അദ്ദേഹത്തിനും കുട്ടികൾക്കും ഭക്ഷണം കൊടുത്ത് താനും കഴിച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കവേ വയറ് വേദനിക്കാൻ തുടങ്ങിയത് അവൾ അറിഞ്ഞു. മൂത്ത സഹോദരന്റെ ഭാര്യയുടെ വീട്ടിലും ഭക്ഷണം കഴിച്ചു കാണും. ആ ഏട്ടത്തെയാണ് കൂട്ടിന് വരേണ്ടത്. രാവിലെ അവർ പറഞ്ഞു, നോക്ക്, വേദന തുടങ്ങിയാൽ അപ്പ തന്നെ പോണം. 2 മൈൽ നടക്കാനുണ്ട്. വഴിയിൽ പ്രശ്നമൊന്നും ഉണ്ടാകരുത്. അയാളും അവളും ഏട്ടത്തി നടന്നു. ചെറിയ തേരി കയറി ഇറങ്ങി. വയൽ വരമ്പത്ത് കൂടി നടന്ന് ആറ്റിന്റെ മരപ്പാലം കഴിഞ്ഞാൽ തൈക്കാട് സർക്കാർ ആസ്പത്രിയിൽ എത്തും. അവർ പെട്ടെന്ന് തന്നെ ആസ്പത്രിയിൽ എത്തിച്ചേർന്നു. ഡോക്ടർ പരിശോധിച്ച ശേഷം പ്രസവത്തിന് മുമ്പ് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്തു. പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവന്റെ ജനനം നടന്നു. ഡയറിയിൽ അദ്ദേഹം കുറിച്ചു, ചന്ദ്രമോഹൻ, മകരം 1, വൈകുന്നേരം 4:15. അമ്മയും കുഞ്ഞും സുഖം. ചന്ദ്രമോഹൻ വളർന്നു. വിദ്യാഭ്യാസം പൂർത്തിയാക്കി വരുമാനം കിട്ടുന്ന ജോലിയും കണ്ടെത്തിയ ശേഷം തന്റെ 30-ാം വയസ്സിൽ ജീവിതസഖിയുടെ കരം പിടിച്ചു. ഭാര്യയുടെ ആദ്യ പ്രസവം. അമ്മ വീട്ടിൽ തന്നെ നടക്കണമെന്നതാണ് കീഴ്വഴക്കമെങ്കിലും അതുവരെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരുന്ന ആസ്പത്രി ഭർത്താവിന്റെ വീടിനടുത്തായിരുന്നതിനാൽ
അവിടേക്ക് തന്നെ അവർ കാറിലെത്തി. അടുത്ത ദിവസം ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. നഗരം മുഴുവൻ ഉത്സവ തിമിർപ്പിലാണ്. അത്താഴം കഴിഞ്ഞ് കൈ കഴുകി വന്നപ്പോഴാണ് ചന്ദ്രമോഹന്റെ ഭാര്യ സഹോദരൻ വന്ന് വിവരം പറഞ്ഞത്. ചന്ദ്രമോഹൻ ഉടൻ തന്നെ ആസ്പത്രിയിലെത്തി. അവിടെ അയാളുടെ ഭാര്യയും അമ്മയും ഭാര്യയുടെ ചേച്ചിയും ഉണ്ടായിരുന്നു. അയാൾ ഭാര്യയെ നോക്കി. ക്ഷീണവും ഭയവും നിറഞ്ഞ മുഖത്ത് ഒരുതരം പ്രസാദം കാണാനുണ്ടായിരുന്നു. പുതിയ ആസ്പത്രിയാണ്. എല്ലാ ആധുനിക സൗകര്യങ്ങളുമുണ്ട്. നല്ല അനുഭവശാലികളായ ഡോക്ടർമാരുമുണ്ട്. അത് മനസ്സിന് സമാധാനം നൽകി. 3 പേർ മുറിയിലും 2 പേർ പുറത്തുമായി നിന്നും നടന്നും സമയം കടത്തി. ഇരുൾ കുറഞ്ഞു വന്നു. നേരം വെളുക്കാറായി. സമയം 6 മണി. പ്രസവ വേദന തുടങ്ങി. നേഴ്സ് വന്ന് പരിശോധിച്ചിട്ട് ഇനിയും സമയമാവും, ഉച്ചവരെ ആയേക്കാം എന്ന് പറഞ്ഞിട്ട് പോകും. നേഴ്സിന് ഡ്യൂട്ടി കഴിഞ്ഞ് പോകേണ്ടതിന്റെ തിരക്ക്. പ്രസവ മുറിയിലേക്ക് കൊണ്ടുപോയി ആക്കിയേക്കാം, അവിടെ തനിച്ചിരിക്കട്ടെ എന്ന് നീരസത്തിൽ പറഞ്ഞുകൊണ്ട് നേഴ്സ് വിളിച്ചു കൊണ്ടുപോയി. പരിചയമുള്ള ആസ്പത്രിയാണ്. ഡോക്ടറും പരിചയമുള്ള ആൾ തന്നെ. എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് ഏറ്റിട്ടുമുണ്ട്. പക്ഷേ ഈ നേഴ്സ് അയാൾക്ക് വല്ലാത്ത വിഷമം തോന്നി. അമ്മേ, ഞാൻ ചായ വാങ്ങിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നോക്കിയപ്പോൾ, മോനെ ഇപ്പോൾ വേണ്ട, നേഴ്സ് അങ്ങനെ പറഞ്ഞതിനെ വകവെക്കണ്ട, പ്രസവ സമയം ആകാറായി എന്ന് അവളുടെ അച്ഛന്റെ വരവ് അറിയാൻ തുടങ്ങുന്നു. ചന്ദനത്തിരിയുടെ സുഗന്ധം ഞാൻ അറിയുന്നു. ഭാര്യയുടെ അമ്മയുടെ അനുഭവപൂർവ്വമുള്ള വാക്കുകൾ അയാളുടെ മനസ്സിനെ തണുപ്പിച്ചു. അല്പസമയത്തിനകം സുഖപ്രസവം നടന്നു. ഡോക്ടർ തന്നെ കുഞ്ഞുമായി പുറത്തേക്ക് വന്നു. മകൾ ജനിച്ചിരിക്കുന്നു. 6:43. 65 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം. ചന്ദ്രമോഹന്റെ ഇളയ മകനായ കാർത്തികേയൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ജോലിക്ക് വേണ്ടിയുള്ള ഒരു പരിശീലന ക്ലാസ്സിൽ വെച്ച് തന്റെ ജീവിത സഖിയെ കണ്ടെത്തി. എത്രയോ പ്രശ്നങ്ങൾ, തർക്കങ്ങൾ എല്ലാം അതിജീവിച്ച് കിട്ടിയ സമാധാന ജീവിതം. കോവിഡ് കാലത്തിന് മുമ്പേ വിവാഹം, പല സ്ഥലങ്ങളായി ജോലി. 4 കൊല്ലങ്ങൾക്ക് ശേഷം അവൾ ഗർഭവതിയായി. സ്നേഹം നിറഞ്ഞ ആശ്വാസ വാക്കുകൾ പറയുന്ന ഒരു ലേഡി ഡോക്ടർ കഴിയുന്നതും സുഖപ്രസവം നടത്താൻ ശ്രമിക്കുന്ന ഒരു നല്ല സ്ത്രീയായിരുന്നു. പ്രകൃതിയെ തന്നെ മെലിഞ്ഞ ശരീരം, ഇപ്പോൾ ഗർഭിണിയും. എങ്കിലും പൈലറ്റാകാൻ വരെ ശ്രമിച്ച് ധൈര്യശാലിയും ആയിരുന്നു അവൾ. വീണ്ടും ഒരു മധുരപ്പൊങ്കൽ. മധ്യാഹ്നം പൊങ്കൽ കഴിച്ചിട്ട് വൈകുന്നേരമായപ്പോൾ അതേ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിരാവിലെ 2 മണിക്ക് ശേഷം ലേബർ റൂമിൽ കയറ്റി. അവർ 2 പേരും പുറത്തു കാത്തിരുന്നു. രാവിലെ തന്നെ വന്ന ലേഡി ഡോക്ടർ എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് അകത്ത് കയറി. നാഴികമണിയുടെ സൂചി വളരെ പതുക്കെ കറങ്ങുന്ന പോലെ തോന്നി. തലേ ദിവസം ആഹാരം കഴിച്ചത് തന്നെ പിന്നെ ഒന്നും കൊടുത്തിട്ടില്ല. വേദനയും മരുന്നും മയക്കവുമായി ലേബർ റൂമിൽ അവൾ. ഉച്ചയ്ക്ക് 1 മണിയായി. അടുത്ത ബന്ധുക്കളായ 2 പേർ അകത്ത് വരണമെന്ന് നേഴ്സ് പറഞ്ഞു. അവളുടെ അമ്മയും കാർത്തികേയനും അകത്തു പോയി. ഇത് നോക്കൂ, ഡെലിവറി ടൈം അടുത്തു വരുന്നു. അവൾക്ക് പ്രഷർ കൊടുക്കാൻ പറ്റുന്നില്ല. അതിനുള്ള ആരോഗ്യവുമില്ല. നിങ്ങൾ ആരെങ്കിലും ഒരാൾ അവളുടെ കൂടെ നിന്ന് ധൈര്യം കൊടുക്കണം. ആര് കൂടെ നിൽക്കണം എന്നുള്ളത് അവൾ പറയട്ടെ. നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ ചോദിച്ചു പറയാം. 2 പെൺമക്കളുടെ അമ്മയായ അവളുടെ അമ്മ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിസ്സഹായമായി നിന്നു. മകളുടെ ഈ സ്ഥിതി എങ്ങനെ കണ്ടു നിൽക്കും? അവർ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. ലേഡി ഡോക്ടർ പുറത്തു വന്നു. ഭർത്താവ് വരുന്നതാണ് അവൾക്ക് ഇഷ്ടമെന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് കാർത്തികൻ, നിങ്ങൾ അകത്തു വരും. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏത് പരിസ്ഥിതിയിലും മനസാന്നിധ്യം കൈവിടരുത്. പ്രസവ സമയത്ത് ഭർത്താവ് കൂടെ നിൽക്കുന്നത് അയൽ ദേശങ്ങളിൽ പതിവാണ്. മനോധൈര്യം ഉണ്ടാവാൻ ഇത് സഹായിക്കും. ആ ശ്രമം നല്ലതെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇതിന് മുൻകൈ എടുത്തത്. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വരൂ, നമുക്ക് അകത്തേക്ക് പോകാം.
സമയം 2:43 അവന് മകൻ ജനിച്ചു. കാർത്തികേയൻ സമ്മിശ്ര ഭാവങ്ങളോടെ പുറത്തേക്ക് വന്നു. ഭാര്യയുടെ അച്ഛനെ കെട്ടിപ്പിടിച്ചു. അമ്മയും കുഞ്ഞും സുഖം. മധുരവുമായി വൈകുന്നേരം പോയി ഡോക്ടറുടെ മുറിയിൽ ചേർന്നു. അവർ പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്തു. ഇന്ന് നടന്നത് ഒരു ചരിത്ര സംഭവം. ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊരു പരീക്ഷണം ഇത് ആദ്യമായിട്ടാണ്. അത് ഏതായാലും വിജയിച്ചു. ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ തീവ്രതയാണ് ഇവിടെ കാണുന്നത്. പഴയ കാലം പോലെയല്ല. ഇപ്പോഴത്തെ തലമുറ നല്ല അറിവും ബുദ്ധിയും ഉള്ളവരാണ്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നല്ല കഴിവുണ്ട്. ഏത് സമ്മർദ്ദത്തിലും തളർന്നു പോകാതെ മനസാന്നിധ്യത്തോടുകൂടി ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കാനുള്ള ധൈര്യം അവർക്കുണ്ട്. അവർ രണ്ടുപേരും നല്ല സൗഹൃദത്തോടു കൂടി പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി ജീവിക്കുകയാണ്. സ്വന്തം ഭർത്താവ് കൂടെ മതി എന്ന് തീരുമാനിക്കുമെങ്കിൽ അവൾ അയാളുടെ മേൽ വച്ചിട്ടുള്ള വിശ്വാസവും പ്രതീക്ഷയും അതിനുള്ള ഉദാഹരണമാണ്. കുഞ്ഞു ഒരു ചരിത്ര കുമാരൻ തന്നെയാണ്. ഇന്ന് മകരപ്പൊങ്കൽ 2ാം ദിവസം, കർഷകരുടെ ഉത്സവം. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. വളരെ മനോഹരമായി. ഉദ്യോഗജനകം എന്ന് പറയാം. 3 പ്രസവത്തിന്റെ സാധ്യതകൾ വളരെ കൃത്യമായി, അതിന്റെ അവസാനം നൽകിയ മെസ്സേജും വളരെ കൃത്യമായി. ഇത് നമ്മുടെ സമൂഹത്തിൽ തികച്ചും ചുരുക്കം സംഭവിക്കുന്ന ഒരു കാര്യം. അതിന്റെ പ്രത്യേകത വളരെ കൃത്യമായിട്ട് എടുത്തത് പറയുന്നു. തീർച്ചയായും നമുക്ക് ജോഷി സാറിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് കേൾക്കാം. ജോഷി സാർ അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ, ആദ്യം തന്നെ മോഹൻ സാറിന് ഏറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇന്ന് പതിവിൽ കൂടുതൽ 22 പേര് ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. സാധാരണ നമ്മുടെ ഒന്നും കഥ കേൾക്കാൻ 22 പേര് വരാറില്ല. സാറ് മഹാഭാഗ്യവാനാണ്. വളരെ ലളിതമായ കഥ, ഒരു ക്ലിഷ്ടതയുമില്ല. കേട്ടിരുന്നു പോകാൻ, അതുപോലെ അത് മനസ്സിലാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതിനേക്കാൾ സുന്ദരമാണ് അതിൻ്റെ അവതരണം. വളരെ അയത്നകരമായി മോഹൻ സാറ് അത് നിർവഹിച്ചു. ഇത് ഒരു ചരിത്രമാണ്, സംഭവം ആണ് എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇത് സാറ് കൂടെ കഥാപാത്രമായിട്ടുള്ള കഥയായിരിക്കാമെന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. ഏതായാലും 3 തലമുറകളുടെ പ്രസവത്തിന്റെ കഥ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. പഴയ വളരെ കുറെ ഒരു 3/4 നൂറ്റാണ്ട് മുമ്പുള്ള ആദ്യത്തെ പ്രസവം, ആ പ്രസവത്തില് ഇതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. പൊങ്കലും ആഘോഷിച്ച് പൊങ്കലിന്റെ ദിവസത്തിൽ വീട്ടുകാർക്കെല്ലാം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അവരുടെ പ്രാർത്ഥനയും അതായിരുന്നു, ഇതൊന്നും തടസ്സമുണ്ടാകാത്ത രീതിയിൽ. എന്ന് പറഞ്ഞാൽ പ്രസവം ഒരു അസുഖമല്ലായിരുന്നു. പ്രസവം ഒരു ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. പൊങ്കല് പോലെ, ആഘോഷങ്ങൾ പോലെ, ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലെ ഒന്നായിരുന്നു പ്രസവവും. അത്രയ്ക്കും ലളിതമായി. അങ്ങനെ അവര് കണക്ക് കൂട്ടിയതുപോലെ തന്നെ അതുകൊണ്ട് സുന്ദരമായ ഒരു പൊങ്കൽ ദിനത്തിൽ മകരം 1-ാം തീയതി ഒരു പുത്രന് ജന്മം കൊടുക്കാൻ അവർക്ക് സാധിക്കും. പിന്നീട് അടുത്ത തലമുറയിലേക്ക് ആ പ്രസവം വരുമ്പോൾ കുറച്ചും കൂടി വ്യത്യസ്തമാണ്. അവിടെ ആശുപത്രിയുണ്ട്. അവിടുത്തെ നഴ്സിന്റെ സ്വഭാവത്തെയൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അവിടെ ഒരു അനുഭവമൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ സമയമായിട്ടുണ്ട്. അവരങ്ങനെ പറഞ്ഞാൽ
അവരങ്ങനെ പറഞ്ഞാലും ഇതിന്റെ പ്രസവിച്ച് പരിചയമുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സമയമായിട്ടുണ്ട്, സമയം അടുത്ത് വന്നിട്ടുണ്ട് എന്ന് അമ്മ പറഞ്ഞു വയ്ക്കുകയാണ്. മൂന്നാമത്തേതിലേക്ക് വരുമ്പോൾ വലിയ ഹിസ്റ്ററി തന്നെ മാറുകയാണ്. കുറച്ചൊക്കെ ടെൻഷൻ പിടിച്ച ഏർപ്പാടായി മാറിയിട്ടുണ്ട്. എങ്കിലും ആ ടെൻഷനെ വളരെ ആധുനികമായ കാലഘട്ടത്തിലെ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലും മറ്റും പുരോഗമന രാജ്യങ്ങളിലും മറ്റും ഒക്കെ നടപ്പാക്കിയിരിക്കുന്നു. നമ്മുടെ ഇവിടെ ഇത് ഇത്രമാത്രം സാധാരണമായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ കഥയിലൂടെ ഇവിടെ നടന്നു എന്ന് വിചാരിക്കുന്ന ഒരു സംഭവം തൈക്കാട് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നടന്നത്, അവിടെ ഭർത്താവിനെ കൂടെ തന്റെ ഭാര്യയോട് ചേർത്ത് നിർത്തി, നേരത്തെ ആദ്യത്തെ തലമുറയിലാണെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു, അതിന്റെ ആവശ്യമില്ലായിരുന്നു. എന്നാൽ പുതിയ തലമുറയിലേക്ക് കാലം മാറി വന്നപ്പോൾ അത് സ്വീകാര്യമായി തീർന്നു, അത് ഏറ്റെടുക്കുന്നു. ഏറ്റവും അവസാനം അതിന്റെ ഉള്ളിൽ ഒരു മനഃശാസ്ത്രം കൂടി പറഞ്ഞു വെക്കുകയാണ്. ഭാര്യ ഭർത്തൃ ദാമ്പത്യ ബന്ധത്തിൽ അവശ്യം കാത്തു സൂക്ഷിക്കേണ്ടതായ ആ വലിയ സ്നേഹത്തിന്റെയും അതിനേക്കാൾ ഉപരി എന്റെ ഭർത്താവ് എന്നോടൊപ്പം ഉണ്ട് എങ്കിൽ എനിക്ക് ഏറ്റവും ദുഷ്കരമെന്ന് വിചാരിക്കപ്പെടുന്ന ഈ കാര്യത്തിലും ഞാൻ അത് വളരെ ലളിതമായി നിർവഹിക്കാൻ സാധിക്കുമെന്ന ഒരു ഭാര്യയുടെ വിശ്വാസം, അത് നേടിയെടുക്കാൻ ഒരു ഭർത്താവിന് സാധിക്കുന്നെങ്കിൽ ആ ഭർത്താവും വലിയൊരു ഭാഗ്യവാനാണ്. ആ ഒരു രീതിയിൽ ഒരു വലിയ മനഃശാസ്ത്രവും കൂടി അവതരിപ്പിച്ചുകൊണ്ട്, ഒരു കുടുംബ മനഃശാസ്ത്രം അവതരിപ്പിച്ചുകൊണ്ട്, ഒരു ദാമ്പത്യ മനഃശാസ്ത്രം അവതരിപ്പിച്ചുകൊണ്ട് ഈ കഥയെ അവസാനിപ്പിക്കാൻ സാറിന് സാധിച്ചു എന്നുള്ളത് വളരെ വളരെ വലിയൊരു കാര്യമാണ്. ഇത് ഒരു ചരിത്രം, 3 തലമുറയുടെ ഒരു ചരിത്രമായിട്ട് വായിച്ചെടുക്കാം. അതിനേക്കാൾ ഉപരി ഒരു കുടുംബത്തിന്റെ ദാമ്പത്യ ബന്ധത്തിൽ അവശ്യമുണ്ടാകേണ്ടതായ ഒരു പ്രധാനപ്പെട്ട ഗുണത്തെ പകർന്നു നൽകാനായിട്ട് ആ രീതിയിൽ അതിനെ എടുക്കാം. ഒരു കഥ ആസ്വദിക്കുന്ന ആളിന് ഒരു സാഹിത്യ ഒരു സൃഷ്ടി എന്നുള്ള നിലയിൽ അങ്ങനെ ഇതിനെ വായിച്ചു പോകാം. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വലിയ സവിശേഷതകളുള്ള ഈ കഥ രചിച്ചതിനും അത് അവതരിപ്പിച്ച ഈ സദസ്സിൽ ഒരു വലിയ നന്മ പ്രദാനം ചെയ്തതിനും സാറിന് ഭാവുകങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, തുടർന്നും വരണം. താങ്ക് യു സാർ. ഒരു കാര്യം, മോഹൻദാസ് സാറിന്റെ കാടെല്ലാം പിച്ചിപ്പൂ എന്ന് പറയുന്ന ആ കഥാസമാഹാരത്തെ കുറിച്ച് ഒന്ന് പറയാം. ഞാന് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് കുറച്ച് സമയം കിട്ടുന്നത്. ആ വെക്കേഷനിലാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ശങ്കരൻ നാരായണൻ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ സ്കൂളിൽ ഒന്നിച്ചായിരുന്നു, കോളേജിലും ഒന്നിച്ചായിരുന്നു. പുള്ളി മലയാളത്തിലും ഞാൻ തമിഴിലായിരുന്നു. അപ്പൊ പുള്ളിയാണ് ഈ നമ്മുടെ സാഹിത്യകാരന്മാരെ കൊണ്ട് പരിചയപ്പെടുത്തുന്നത്. അവരുടെ വീടിനടുത്തായിരുന്നു സൂര്യനാട് കുഞ്ഞുപിള്ള സാറിന്റെ വീട്. അപ്പൊ അവിടെ സ്വതന്ത്രമായിട്ട് എപ്പോഴും ചെല്ലുകയും സാറിന്റെ ഈ ഗവേഷണങ്ങളും മറ്റേ പുസ്തക അവലോകനങ്ങൾ ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ചരിത്രകാരനുണ്ടായിരുന്നു, നമ്മുടെ കുമാരപിള്ള സാറിന്റെ ഇതുണ്ടായിരുന്നു. അപ്പൊ ഈ ഞായറാഴ്ച ദിവസങ്ങളിലും വൈകിട്ടൊക്കെ ഞങ്ങൾ നടക്കാൻ പോകുന്നതും മിക്കവാറും മറ്റ് ആൾക്കാർ, ചെറുപ്പക്കാർ പോകുന്ന രീതിക്കല്ല. ഇതുപോലെ ഏതെങ്കിലും സാധ്യക്കാരന്റെ വീട്ടിലേക്ക് പോവുക, അവരോട് സംസാരിക്കുക, അങ്ങനെയുള്ള ഒരു. പിന്നെ വന്നിട്ട് സാഹിത്യ ചർച്ചകളിൽ പങ്കെടുക്കുക. തിരുവനന്തപുരത്ത് ഇഷ്ടംപോലെ വേദികളുണ്ടാവും. കൃഷ്ണനായർ സാറ്, ജഗതി എൻ കെ ആചാരി, പിന്നെ GN പണിക്കർ സാറ്, പിന്നെ ONV, നബീസ ഉമ്മൾ, ഇവിടെയൊക്കെ ആ ഒരു മലയാളത്തിനോട് അവരുടെ ശ്രമിച്ചിട്ടാണ് എനിക്ക് മലയാളത്തിനോട് കുറച്ച് കൂടുതൽ, ഞാൻ പഠിക്കാത്തൊരു ഭാഷയാണെങ്കിൽ പോലും പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു.
അദ്ദേഹം എടുത്ത് കൊണ്ടുവരുമായിരുന്നു. മറ്റേ വിലാസിനുടെ ഇണങ്ങാത്ത കണ്ണികൾ, താഴെയുടെ ചെമ്മീന്, പിന്നെ ഇങ്ങനെയുള്ള തിരഞ്ഞെടുത്ത, പിന്നെ രാജലക്ഷ്മിയുടെ മരിച്ചുപോയ രാജലക്ഷ്മിയുണ്ട്, വീട്ടി പട്ടതിരിപ്പാട്. ഇതൊക്കെയാണ് എൻ്റെ കയ്യിൽ കിട്ടുന്ന പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ആ കൃതികൾ. ഇതൊക്കെ വായിച്ചു വന്നപ്പോൾ ഒരു അടിസ്ഥാനം ഉണ്ടായി, മലയാള ഭാഷയെ കുറിച്ചുള്ള ഒരു ഇതുണ്ടായി. തമിഴിൽ അതുപോലെ ഉണ്ടായി. തമിഴ് എന്നെ പഠിപ്പിച്ചു തന്നിട്ട് നല്ല പാണ്ഡിത്യമുള്ള സാർമാരായിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റി ഈവനിങ് കോളേജിലാണ് പഠിച്ചതെങ്കിലും തമിഴ് സെക്കൻഡ് ലാംഗ്വേജ് ആയിരുന്നു. എന്നെ പഠിപ്പിക്കാൻ 3 പ്രൊഫസർമാരാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്റ്റുഡന്റ് ആയിട്ട്. അപ്പോൾ ഒരു വലിയ യൂണിവേഴ്സിറ്റി കോളേജിലെ ആ വലിയ ക്ലാസ് മുറിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കും. എൻ്റെ എതിരിൽ നിന്ന് അധ്യാപകൻ നിന്ന് പഠിപ്പിക്കായിരുന്നു. ഇതൊക്കെ അപൂർവമായിട്ടുള്ള ഒരു എന്താ പറഞ്ഞാൽ ഒരു അനുഭവങ്ങളാണ്. കാരണം അച്ഛന് ബിസിനസ് ആയിരുന്നു. പകല് ഞാൻ കടയിൽ പോവുകയും വൈകിട്ടാണ് ഈ ക്ലാസ്സിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ അതും ഒരു പ്രത്യേക അനുഭവമായിരുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ജോലി കിട്ടുന്നതും. ടെസ്റ്റ് എഴുതി, അന്ന് ഇന്നത്തെ പോലെ ഒന്നും അല്ലല്ലോ, വെറുതെ അങ്ങ് എഴുതി ബാങ്കിൽ ജോലി കിട്ടി, ജീവിതം മാവലിക്കരയിൽ ആരംഭിച്ചത്. ഇതെല്ലാം എന്താ പറഞ്ഞാൽ ഒരു എല്ലാം കോർത്തി കണക്കിന് നിമിത്തം പോലെ. അപ്പൊ ആ കാലഘട്ടത്തിലാണ് ചെറുപ്പക്കാരുടെ ഒരു മലയാള സമാജം പോലെ തമിഴ് സമാജം. അപ്പൊ അങ്ങനെ പിടി കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ എന്റെ പേര് ചേർത്ത് കൊടുത്തു. അപ്പൊ വളരെ അടുത്താണ്, അച്ഛന്റെ കടയും ഈ ലൈബ്രറിയും അടുത്തടുത്താണ്. അപ്പം വൈകുന്നേരം ചെന്നിട്ട് പുസ്തകങ്ങൾ എടുക്കുകയും സ്ഥിരമായിട്ട് പോകുമായിരുന്നു, പുസ്തകങ്ങൾ എടുത്ത് എടുക്കാനൊക്കെ. ഞാൻ എടുത്തുകൊണ്ടിരുന്ന പുസ്തകങ്ങൾ അച്ഛനും വായിക്കാറുണ്ട്. അച്ഛനും നന്നായിട്ട് വായിക്കുന്നതും ഇതൊക്കെ ഉള്ള ആളായിരുന്നു. പത്രവും അതുപോലെ തന്നെ മാസികകളൊക്കെ വായിക്കുന്നതായിരുന്നു, തമിഴ്. അപ്പൊ അവിടെ ഈ ജോലിക്ക് പോയി വന്ന ആൾക്കാരായിരുന്നു ആ ലൈബ്രറിയുടെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ആദ്യമാരെയും പുസ്തകങ്ങളൊക്കെ ഒന്ന് അടുക്കിച്ചിട്ടാക്കി തരണം എന്ന് പറഞ്ഞു. ഞാൻ വെക്കേഷനിൽ അതൊക്കെ ശരിയാക്കി കൊടുത്തു. ഒരു അടുത്ത ജനറൽ ബോഡി വന്നപ്പോൾ എന്നെ അതിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആക്കി പുള്ളി നിയമിച്ചു ലൈബ്രറിയുടെ. ചേർന്ന് വളർന്നു വന്നിട്ട് ഒരു 8-9 കൊല്ലം തുടർച്ചയായിട്ട് പിന്നെ ഒരു സാഹചര്യത്തിൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ജോലി കിട്ടുന്നത്. ജോലി കിട്ടിയിട്ടും സ്ഥിരം 6 മണിയാകുമ്പം ലൈബ്രറിയിൽ പോവുക, അവിടുത്തെ കാര്യങ്ങൾ നോക്കുക, ആ ഒരു ഇത്. അപ്പൊ മറ്റു ചെറുപ്പക്കാർക്ക് ഉള്ള ഒരു ജീവിത രീതി ആയിരുന്നില്ല എൻ്റെത്. പിന്നെ അവിടെ ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, പിന്നെ കേരള തമിഴ് എന്ന് പറഞ്ഞിട്ട് മന്ത്ലി മാഗസിൻ. അതിന്റെ ഒരു എഡിറ്റോറിയൽ പണി എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് വേണ്ടി ലേഖനങ്ങൾ എഴുതുക, ചെറുകഥകൾ എഴുതുക, പിന്നെ വാർഷിക പതിപ്പ് വരുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുമായിരുന്നു. ഒരു ശ്രീ മാധവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ മാധവൻ തമിഴിലുണ്ടായിരുന്നു. പുള്ളിയുടെ മാതൃഭാഷ മലയാളവും തമിഴ് എഴുതുമായിരുന്നു. പുള്ളി സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നീലപത്മനാഭൻ എന്ന് പറഞ്ഞിട്ട് KCB റിട്ടയർ ചെയ്ത് എഞ്ചിനീയർ ആയിരുന്നു. പുള്ളിയും സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം ഉണ്ട്, തിരുവനന്തപുരത്തുണ്ട്, 84 വയസ്സായി. അപ്പൊ ഇവിടെയൊക്കെ ഒരു സൗഹൃദവും ഇവരായിട്ടുള്ള കൂട്ടായ്മയായിരുന്നു ആ സാഹിത്യത്തിലേക്കുള്ള ഒരു വഴി തെളിച്ചത്. പിന്നെ ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ അത്രയ്ക്കുള്ള ഇതില്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ എഴുതിയ കഥകളാണ് ഇവ സമാഹാരമായിട്ട് പിന്നെ ഞാൻ റിട്ടയർമെന്റിന് ശേഷം വന്നത്. 78, 85, 90, 95, 97 ഇങ്ങനെ ഓരോ വാർഷിക പതിപ്പിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി അവരെ നിർബന്ധിച്ച് പറയുമ്പോൾ ഒരു കഥ എഴുതും. അല്ലാതെ ഇങ്ങനെ കഥ എഴുതാൻ വേണ്ടി എഴുതുന്നല്ല, ഒരു കുറേ ഇങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെ അത് പിന്നെ എന്താ പറഞ്ഞാല് നേറിപ്പോഞ്ഞ് പിന്നെയാണ് അത് ഇതായിട്ട് വരുന്നത്. സ്വന്തം അനുഭവങ്ങളും മറ്റവരുടെ അനുഭവങ്ങളും വ്യക്തിയായിട്ടുള്ള എല്ലാ കഥകളും വ്യത്യസ്തമാണ്. ഒന്നിനും ഒരു ബന്ധവുമില്ലാത്ത കഥകളാണ്. അപ്പൊ അത് എന്റെ കൂടെ കോളേജിൽ പഠിച്ച സുഹൃത്ത് മലയാളികളായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഞാൻ മലയാളത്തിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അത് നമ്മുടെ ബാലമോഹൻ തമ്പി, വൈസ് ചാൻസലറായിരുന്ന ബാലമോഹൻ തമ്പി സാറുടെ സഹോദരിയുണ്ട്, തമിഴും പിന്നെ കന്യാകുമാരിയിലാണത്. അവരാണ് ഇത് വിവർത്തനം ചെയ്ത് രാജമാണിക്യം അയ്യർ. റേഞ്ചിന് പ്രശ്നമുണ്ടോ? റോയ് സാർ, പറഞ്ഞു സാർ. റേഞ്ചിന് നായനാർ സാറിന്റെ കഥകൾ എന്ന് പറയുന്നത് ഒരു ചെറിയ
ഇത് മാത്രമേ കഥയായിട്ടുള്ളൂ എങ്കിൽ മകരപ്പൊങ്കലിന്റെ തലേദിവസം ആണ് കഥ തുടങ്ങുന്നത്. ആദ്യം 4ാമത്തെ പ്രസവമാണ്. അപ്പൊ ആ പഴയ കാലത്തെ പ്രസവവും വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ഇതെല്ലാം കഴിഞ്ഞ പ്രസവത്തിന്റെ ഒരു ഭാഗമൊക്കെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പിന്നെ 3ാമതൊരു പ്രസവം കാണിച്ചത് മകരപ്പൊങ്കലിന്റെ 8ാം ദിവസം. അത് തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ള ഒരവസരമാണ് സാർ ഉണ്ടാക്കി തന്നത്. അത് തന്നെയല്ല, ഇതിന്റെ പ്രസന്റേഷൻ തന്നെ നമ്മൾ ഈ പറയുന്നതിന് സാക്ഷിയായതുപോലെ തോന്നുന്ന രീതിയിലായി. അപ്പോ ഒരു ചെറിയ പ്രമേയം കൊണ്ട് ഇന്നത്തെ മോഡേൺ പ്രസവവും പഴയ കാര്യങ്ങളും പഴയ പ്രസവവും കൂടി വളരെ ഭംഗിയായി ചിത്രീകരിച്ച ഒരു കഥയായിരുന്നു സാറിൻ്റെ. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ സാർ തന്നെ പറഞ്ഞു, വിദേശത്തൊക്കെ അങ്ങനെയാണ് ഭർത്താവിനെയും കൂടെ പ്രസൻസിൽ കൊണ്ടുവരുന്നത്. പണ്ടൊക്കെ ഈ ആണുങ്ങൾക്ക് ആ പ്രദേശത്തേക്കൊന്നും യാതൊരുവിധ പ്രവേശനവും ഇല്ലായിരുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നത്തെ പ്രസവം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെയും കൂടെ പ്രസൻസ് ഉണ്ടെങ്കിൽ കൂടുതൽ ആത്മധൈര്യവും കൂടുതൽ സന്തോഷകരവുമായ രീതിയിൽ പ്രസവം നടക്കും. മറ്റത് അങ്ങനെയല്ല. അത് പ്രസവം എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രം ഇതായിരുന്നു, പുരുഷന് ഒരു സ്വാധീനവും ഇല്ലായിരുന്ന ഭാഗമായിരുന്നു. അന്നത്തെ പോലെയുള്ള പ്രയാസങ്ങൾ ഇന്നത്തെ പ്രസവത്തിന് ഇല്ല എന്ന് സാറ് ചിത്രീകരിച്ചതിൽ നിന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇനിവേ സാറിൻ്റെ പ്രസന്റേഷൻ സ്റ്റൈൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. തുടർന്നും ഇതുപോലുള്ള അവസരങ്ങൾ വിനിയോഗിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് എൻ്റെ വാർത്ത. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സാർ. ശുദ്ധോധന ഡോക്ടർ കേൾക്കാമോ? കേൾക്കാം സർ. അപ്പോ ഞാൻ വളരെ ലളിതമായിട്ടുള്ള ഒരു കഥ, കാരണം ഇപ്പൊ ഈ കഥകൾ മുഴുവൻ ഭയങ്കര ട്വിസ്റ്റുകളും വലിയ ക്ലിഷ്ടത നിറഞ്ഞതാകുമ്പോൾ വളരെ പണ്ട് ഈ വലിയ മഴക്കാലത്തൊക്കെ ഇങ്ങനെ, ഞങ്ങൾ 8 മക്കളാ. അപ്പൊ ഈ അമ്മ ആ നാട്ടിലെ 92ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ മരിച്ചുപോയി. പക്ഷെ ആ നാട്ടിലെ സ്ത്രീകളുടെ പ്രസവത്തിന്റെ ഒക്കെ ചരിത്രം ഞങ്ങളോട് പറഞ്ഞു കേൾപ്പിക്കും. അമ്മയ്ക്കറിയാം ആ പ്രദേശത്തെ സ്ത്രീകൾ പ്രസവിച്ച ഡേറ്റ്, ആ വെള്ളപ്പൊക്കത്തിന്റെ തലേ ദിവസം, അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ കൊടി കയറിയ ദിവസം. അപ്പോ സ്വന്തം മക്കളുടെയൊക്കെ നാളും ജനന തീയതി അറിയാനായിട്ട് ഈ ഞങ്ങളുടെ ജോലിക്കാരുടെയും അതേപോലെ അടുത്തുള്ളവരൊക്കെ എൻ്റെ അമ്മയുടെ അടുത്ത് വരുമായിരുന്നു. അപ്പൊ അമ്മ ആ പ്രസവത്തിലെ ഓരോ സംഭവങ്ങളും ഇങ്ങനെ നറേറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് എൻ്റെ മനസ്സിലെത്തി. സാറിന്റെ കഥയിൽ ഈ 3 പൊങ്കാലകൾ, 3 പ്രസവങ്ങൾ. അപ്പൊ ഈ കഥയ്ക്ക് ജനനം എന്ന പേരിനേക്കാളും പ്രസവം എന്നൊരു പേര് കുറെ കൂടെ അനുയോജ്യമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പൊ അത് കഥയ്ക്ക് ടൈറ്റിൽ ഇടുന്നത് കഥാകാരന്റെ സ്വാതന്ത്ര്യമാണല്ലോ. അപ്പൊ ഇതൊരു കഥയായിരുന്നില്ല, സാറിന് ആത്മകഥ പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു പോവുകയായിരുന്നു. അപ്പൊ ഞാൻ ശരിക്കും എൻ്റെ സഹധർമ്മിണിയുടെ 2 പ്രസവങ്ങളുടെ ഈ പ്രസവ മുറിക്ക് പുറത്ത് നിൽക്കുന്ന പുരുഷന്മാരുടെ പടപടപ്പൊക്കെ ശരിക്കും ഈ കഥ സാറ് പറയുമ്പോൾ ഞാനിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേപോലെ ഇതിൽ ചന്ദ്രമോഹന്റെ അമ്മയുടെ പ്രസവം, ചന്ദ്രമോഹന്റെ ഭാര്യയുടെ പ്രസവം, പിന്നെ കാർത്തികേയന്റെ ലവ്, പ്രണയം, അത് കഴിഞ്ഞുള്ള പ്രസവം, ഇങ്ങനെ ഒക്കെ ഈ അത് ഭർത്താവ് ലേബർ റൂമിൽ കടന്ന് ഭാര്യയ്ക്ക് ധൈര്യം കൊടുത്തുള്ള ഒരു പ്രസവം എന്നൊരു പുതുമയായിരുന്നു ഈ കഥയിൽ ഉണ്ടായിരുന്ന അന്ന്. പക്ഷെ ഞാൻ ഈ അവസാനത്തെ ഈ കാർത്തികേയന്റെ ഭാര്യയുടെ പ്രസവത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഈ ONR കഥകളിലെ പോലെ ഒരു ട്വിസ്റ്റ്, എന്തോ ഒന്ന് സംഭവിക്കുമല്ലോ, അങ്ങനെ പറ്റല്ലേ ദൈവമേ എന്നൊക്കെ ഉള്ളിൽ പറഞ്ഞുപോയി. പക്ഷെ യാതൊരു കുഴപ്പമില്ലാതെ സുഖപ്രസവമായിട്ട് അതൊക്കെ അങ്ങോട്ട് നടന്നു. ഞാൻ ഈ പഠിച്ചുപോയി. നമ്മുടെ ഈ MB നാരായണപിള്ളയുടെ പൂയില്യൻ ജനിച്ച ആ പ്രസവം, അതേപോലെ തന്നെ സൂഫി പറഞ്ഞ കഥകളിൽ നമ്മുടെ അതിലൊരു പ്രസവമുണ്ട്. അതേപോലെ എന്തോ ഒന്ന് ഒരു അനിഷ്ടമായിട്ട് സംഭവിക്കാൻ പോകുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഈ സുഖപ്രസവം 3.
പക്ഷെ സുഖപ്രസവം എന്നുള്ള വാക്യം ഉപയോഗിക്കുക. യൂട്യൂബിൽ ഒരു സ്ത്രീ ഇങ്ങനെ തമാശ കലർത്തി പറഞ്ഞതില് അവര് പ്രസവിച്ചു കഴിഞ്ഞപ്പോ അമ്മായിയമ്മ ഫോൺ ചെയ്ത് പറയുന്നു സുഖപ്രസവം എന്ന്. എന്ത് സുഖം, ഞാൻ അനുഭവിച്ച വേദനയൊന്നും ഈ അറിയില്ലല്ലോ എന്ന് പറഞ്ഞത് ഓർമ്മ വന്നു. അപ്പൊ ഇത് കഥയല്ല, ശരിക്കും നമ്മുടെ ഈ നാട്ടിൽ ഇപ്പൊ എല്ലാം ഈ പറയല്ലോ പേരല്ല കീറാണ് എന്ന്. അപ്പൊ ഇപ്പൊ ഗൈനക്കോളജിസ്റ്റുകൾ ചോദിക്കും, പാക്കേജ് ആദ്യമേ തന്നെ പറയും ഈ പറഞ്ഞ പോലെ ഇത് ഓക്കെ. അപ്പൊ എന്റെ മകളുടെ പ്രസവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലുകാർ ഭാര്യയ്ക്കും ഭർത്താവിനും കൗൺസിലിംഗ്, അതേപോലെ തന്നെ യോഗ പഠിപ്പിച്ചു കൊടുക്കല്, വേദന കുറഞ്ഞ് പ്രസവിപ്പിക്കാനുള്ള എക്സർസൈസുകളും യോഗയൊക്കെ. ഇത് ഈ ആദ്യത്തെ അമ്മയുടെ 4ാം പ്രസവത്തില് ഈ പൊങ്കാലയിടലും അതേപോലെ തന്നെ പലഹാരം ഉണ്ടാക്കലും അടുപ്പ് കത്തിക്കലും എല്ലാം അതൊക്കെയായിരുന്നു കുനിഞ്ഞു നിവർന്നുള്ള അവരുടെ എക്സർസൈസുകൾ. അത് കഴിഞ്ഞ് സുഖായി അങ്ങോട്ട് പ്രസവിച്ചു. സാറിന്റെ ഈ കഥ കുഞ്ഞും ശിശുവും നമ്മുടെ മുന്നിൽ അങ്ങനെ സുഖപ്രസവമായിട്ട് വന്നു. സാർ ഇനിയും ഇതുപോലെ ലളിതമായ കഥകളൊക്കെ. പക്ഷെ അതേപോലെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഒന്ന്, ഈ കാടെല്ലാം പിച്ചപ്പൂ എന്ന് പറഞ്ഞൊരു പേര്, കാടെല്ലാം പിച്ചിപ്പൂ എന്ന് പറഞ്ഞ് ആ കഥയ്ക്ക് സാറിന്റെ സമാഹാരത്തിന് പേരിട്ടതിൽ ഞാൻ പ്രത്യേകമായ ഒരു അഭിനന്ദനം. ഇത്രയും ലളിതമായ ഒരു കഥ ഈ അടുത്ത കാലത്തൊന്നും കേൾക്കാനോ വായിക്കാനോ ഇടയായില്ല. എങ്കിലും വളരെ സന്തോഷം തോന്നുന്നു. താങ്ക് യു സാർ. കാടെല്ലാം പിച്ചിപ്പൂ എന്ന് പറയുന്നത് സാർ എഴുതിയ ഒരു ബുക്കാണ്. സാറിന്റെ നമ്പർ ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഈ കഥ അതല്ല, ഈ കഥ സെപ്പറേറ്റ് ഒരു കഥയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ സുധാകരൻ സാർ പറഞ്ഞ പോലെ ഈ അവസാനം ഒരു ചെറിയ പിരിമുറുക്കം നമുക്ക് തോന്നിയത് എന്തോ ചില സ്ഥലത്ത് മൂളൽ കൂടുതലും ഗ്യാപ്പ് കൂടുതലും അല്ലെ ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. ഒരു ടെസ്റ്റും ഇല്ലാതെ മോഹൻദാസ് സാർ ആ കഥ അവസാനിപ്പിച്ചോ. താങ്ക് യു സർ. ഓക്കെ, വേറെ ആരുള്ള? ഇനി രമാവതി മാം ഉണ്ടോ? ഗോകുമാർ സർ, അനുവിധ, ജോൺ ചാണ്ടി സർ. സാർ അദ്ദേഹം കഥ കേട്ടില്ല. ജോർജ് സർ, അനുവിധ പറയും. മോഹൻദാസ് സാർ വളരെ മനോഹരമായിട്ട് ആ കഥ അവതരിപ്പിച്ചു. അപ്പൊ ഞാൻ വിചാരിക്കുവാണ്, സാറിന്റെ മാതൃഭാഷ തമിഴാണ് പറഞ്ഞു, തമിഴിലാണ് സാർ എഴുതുന്നു പറഞ്ഞു. അപ്പൊ ഈ കഥ സാറ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾക്കത് കേൾക്കാനോ ഈ ഒരു സെഷനിൽ സാറ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടില്ലായിരുന്നു. ഓരോ പിക്ചറൈസേഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സാർ അത് പറയുമ്പോൾ നമുക്കതിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ അതേപോലെ പണ്ടുള്ള കഥ പറഞ്ഞപ്പോ എന്റെ അച്ഛമ്മ തമാശക്ക് പറയായിരുന്നു, പണ്ട് ഈ നെല്ല് കുത്തുന്നതിനിടക്ക് കുത്തിക്കൊണ്ടിരിക്കുമ്പോ പോയി പ്രസവിച്ചിട്ട് വന്ന് തിരിച്ച് വീണ്ടും കുത്തുന്നു. അപ്പൊ അത് തമാശക്ക് പറയുന്നതാണ്. അപ്പൊ അത്തരത്തിൽ ഈസിനെസ് ആയിട്ടാണ് അവര് പ്രസവത്തെ കണ്ടിരുന്നത്. പക്ഷെ നമ്മളെ കാലഘട്ടമൊക്കെ ആകുമ്പോ പോസിറ്റീവ് ആയാല്, റിസൾട്ട് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചെയ്യുന്നതിന് ഒരു ടെൻഷൻ ആയിരിക്കും. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലായിരിക്കും അതിനെ കാണാം. പിന്നെ അതേപോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരു നിസ്സഹായമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു പീരീഡ് ആയിരിക്കും അത്, ആ പ്രസവിച്ചിട്ടുള്ള ആ സമയം. അപ്പൊ അവിടെ ആ സ്ത്രീയുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ആ സ്ത്രീ മരിക്കുവോളം ഓർക്കും എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മളെ ജീവിതത്തിലും സ്ത്രീകൾ ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോ അവരാ നമ്മൾ സിമ്പതറ്റിക്കലി കെയർ ചെയ്യേണ്ടത് അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം അത് നമ്മളെ ഹൃദയത്തിൽ അതങ്ങനെ തറച്ചു നിൽക്കും. അപ്പൊ അത് അതേപോലെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട്. ഹസ്ബൻഡ് നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ പ്രസവിച്ചു കഴിഞ്ഞാല് പെൺകുട്ടിയുടെ വീട്ടിലായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പൊ ആ വീട്ടിലേക്ക് ഹസ്ബൻഡ് വരാൻ പാടില്ല, ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് കയറാൻ പാടില്ല എന്നാണ് റൂള്. അപ്പൊ ഇടക്കിടക്ക് വരുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ അയ്യോ ഇവരെന്താ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പൊ അത്രയും കുറെ ആൾക്കാർ ഇപ്പോഴും ഈ ഒരു പുതിയ കൺസെപ്റ്റിലേക്കോ അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യകതയെ കുറിച്ചിട്ടോ ഒന്നും മനസ്സിലാക്കാത്ത ഒരു തലമുറ, ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും സ്റ്റിൽ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, അവരെ നമുക്ക് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കഥയായിട്ട് എനിക്ക് തോന്നി. അതിന്റെ പ്രാധാന്യം പറയുന്ന ഒരു കഥയായിട്ട് എനിക്ക് തോന്നി. വളരെ മനോഹരമായിട്ട് സാർ അത് നെറേറ്റ് ചെയ്തു. പിന്നെ അതേപോലെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, സാറ് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ എഴുതിയ കഥയാണ് ഇപ്പൊ റിട്ടയർ ആയിട്ട് സാർ അത് പബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ സാർ അത് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചത് ഒരു ഭയങ്കര സാറിന്റെ ഒരു ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മളൊക്കെ പറയും ചിലപ്പോ എവിടെയെങ്കിലും എഴുതി വെച്ചത് മിസ്സായി പോയി അങ്ങനെ. പക്ഷെ എത്രയും വർഷം മുന്നുള്ള സാധനമാണ് സാർ കളക്ട് ചെയ്തിട്ട് ഇപ്പൊ അത് ബുക്കായി പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഗ്രേറ്റ് ആണ് സാറിന്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി നല്ല നല്ല കഥകൾ എഴുതാൻ വേണ്ടി സാധിക്കട്ടെ, പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ. താങ്ക് യു സാർ. താങ്ക് യു. ജോർജ് സാർ ഉണ്ടോ?
ജോൺ ചാണ്ടി സാർ ഒന്ന് അഡ്മിറ്റ് ചെയ്യാം. ഹലോ, സാർ ഒന്ന് പരിചയപ്പെടുത്തുമോ? ആ കേൾക്കുന്നുണ്ടോ? എന്റെ പേര് ജോൺ ചാണ്ടി. ഞാൻ ജോലി ചെയ്യുന്നത് ഷാർജയിലാണ്. അന്നേരം ഞാനിപ്പോ ഇങ്ങനെ നാട്ടിലായിട്ട് വന്നോണ്ടിരിക്കുകയാണ്. എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഞാനിപ്പോ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന വഴിയാണ്. ഞാൻ നേരത്തെ എനിക്ക് ജോഷി സാറിനെ പരിചയമുണ്ട്, എനിക്ക് മറ്റുള്ളവരാരെയൊന്നും അത്ര പരിചയമില്ല. അന്നേരം ഞാനിപ്പോ ജോഷി സാർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത്. ആദ്യമായിട്ടാണ്. അന്നേരം കഥ പറയുമെന്ന് ചോദിച്ചു. കഥ പറയും. പക്ഷെ എങ്ങനെയാണ് ഈ ഗ്രൂപ്പിന്റെ പോക്ക് അതിനെ കുറിച്ചുള്ള ശരിയായുള്ളൊരു കാര്യങ്ങളൊന്നും എനിക്ക് വലിയ അറിവായിട്ട് തോന്നിയില്ല. കാര്യം കഥ പറഞ്ഞ് ഞാൻ കേട്ടില്ല ശരിക്ക്. ഞാൻ ജോഷി സാർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് ജോയിൻ ചെയ്തത്. അന്നേരം ഇതിനകത്ത് കണ്ടു. അങ്ങനെ ഇനി നമുക്ക് അങ്ങോട്ട് ദിവസം ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടില്ല. എനിക്ക് വാട്സാപ്പിൽ കിട്ടിയ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അതിപ്പോ ജോയിൻ ചെയ്തത്. സാർ, ഇത് എല്ലാ ദിവസവും വൈകുന്നേരം നമുക്ക് സെൽഫ് അവയർനെസിന്റെ വൈകുന്നേരം 7 മണിക്ക് ഒരു പ്രോഗ്രാമാണ്. എല്ലാ ദിവസവും ഉണ്ട്. പക്ഷെ കഥകൾ ഞങ്ങൾ ചൊവ്വാഴ്ച ദിവസം കഥകൾ പറയാറുണ്ട്. ഞങ്ങൾ ജോഷി സാർ ഞങ്ങൾ മാറി മാറി ഇവിടെ ഉള്ളവര്. അപ്പൊ സാറിന്റെ ഒരു കഥ ഞാൻ പറഞ്ഞത് കേട്ടത് കൊണ്ടാണ് ഞാനൊരു മെസ്സേജ് അയച്ചത്. അല്ല, ഞാൻ ലേറ്റ് ആയിട്ടാ വന്നത് തന്നെ. ഇപ്പൊ വന്ന് ഞാൻ കണ്ടു. കഥ കഴിഞ്ഞിട്ടാണ് സാർ. ഞാൻ റെക്കോർഡിംഗ് കൊണ്ട് ഞാൻ സാറിന് ഇട്ട് തരാം കേട്ടോ. എവിടെയാ സ്ഥലം? സ്ഥലം എവിടെയാ? എന്തോ? സ്ഥലം എവിടെയാണ്? എന്റെ സ്ഥലം ചാത്തന്നൂരാണ്. കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ. പ്രോപ്പർ കുമ്മല്ലൂർ എന്ന് പറയും. ചാത്തന്നൂരാണ് അവിടെ ഹോം ടൗൺ. അപ്പൊ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പരിചയമുണ്ട്. സാറേ, ജോൺ ചാണ്ടി സാറേ, നമസ്കാരം. ജോൺ ചാണ്ടി സാർ ഒരു കലാകാരനാണ് കേട്ടോ സാബു സാറേ. ഒരു നല്ല നടനാണ്. പിന്നെ ഈ വിദേശത്ത് ഈ ഗൾഫില് അവിടുത്തെ ഫൈൻ ആർട്സ് സൊസൈറ്റി, അവിടുത്തെ പല കലാപരിപാടികളും. ഭരതുരുളി നാടകോത്സവം ഉണ്ട്, അതിനകത്ത് ഞാൻ അഭിനയിക്കാറുണ്ട്. ഇപ്പൊ 2 നാടകങ്ങളിൽ അഭിനയിച്ചു. പിന്നെ ഷോർട്ട് ഫിലിം ഒക്കെ ഉണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. വരണം, ഇതിലേക്ക് വരണം. എല്ലാ ദിവസവും 7 മണിക്കുണ്ട്. ഔചാരിതമായിട്ടല്ല, ഇതെല്ലാം വിചാരിതമായി തന്നെ വന്നിരിക്കുന്നതാണ്. ഒരു നല്ല നിമിത്തമാണ്. നമുക്ക് ഇതിനകത്തൊരു കൂട്ടായ്മയോട് ഒത്തൊരുമിച്ച് പോകാനുള്ള ഒരു കിട്ടിയ സാഹചര്യത്തെ ഇതിനകത്ത് തന്നെ ജോയിൻ ചെയ്തതിന് നിങ്ങളോടുള്ള ഹൃദയത്തിലുള്ള നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് മാറ്റങ്ങളാണ്, മനുഷ്യരിലേക്ക് സ്വാധീനിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് നമ്മളെല്ലാവരും. അങ്ങനെയുള്ള ഒരു വൈബുള്ള ആൾക്കാരിലെ നമ്മളെ ഒത്തൊരുമിക്കും. അതിന്റെ ഒരു കൂട്ടായ്മ ഞാൻ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഈ കഥകളെ കുറിച്ച് സ്വന്തം കഥകളാണോ പറയുന്നത്, അതോ ഏതെങ്കിലും കേട്ട കഥകളാണോ, അതോ എങ്ങനെ അനുഭവങ്ങൾ, അതുകളെ കുറിച്ചൊരു വ്യക്തമായ ധാരണ എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് സ്വന്തം കഥകൾ പറയാറുണ്ട്, മറ്റുള്ള കഥകളും പറയാറുണ്ട്. കഥകളിൽ കൂടെ നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു തെറാപ്യൂട്ടിക്കൽ പവർ കിട്ടാനുള്ള രീതിയിലുള്ള കഥകൾ സാധാരണ പറയാം. ശരി, ഓക്കെ. കഥ എന്തായാലും മന്ദസ്ഥിതിക്ക് ഒരു ചെറിയ കഥയെങ്കിലും പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. നമുക്ക് എത്ര സമയം വരെ ഉണ്ട് ഇത്? 8 മണിക്ക് തീരുവോ? പറഞ്ഞോളൂ സാറിന് എത്ര സമയം എടുക്കും? ഒരു 5 മിനിറ്റ് കുഴപ്പമില്ല. പൊതുവെ നമുക്ക് മനുഷ്യർക്കുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഭയം ഒരു വല്ലാത്തൊരു നമ്മുടെ അലട്ടുന്നൊരു വലിയ വിഷയം തന്നെയാണ്. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളെ ഭയം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം കൂടിയാണ് പലപ്പോഴും പോകുന്നത്. നമ്മുടെ കഴിവിനെ കുറിച്ച് നമുക്ക് ശരിയായ ഉൾവിളിയില്ല, അല്ലെങ്കിൽ ഉൾക്കാഴ്ചയില്ലാത്തതിന്റെ ഒരു പല പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിൽ കാണുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ ജോലി അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും പോയി. സ്ഥലങ്ങളിലും പോയിട്ട് ജോലിയൊന്നും അദ്ദേഹത്തിന് ശരിയായ രീതിയിൽ കിട്ടിയില്ല. അങ്ങനെ അദ്ദേഹം വളരെ വിഷമിച്ച് ഇരുന്നപ്പോഴാണ് ഒരു സർക്കസ് കൂടാരം കാണുന്നത്. സർക്കസ് കൂടാരത്തിൽ അദ്ദേഹം അവിടെ ചെല്ലുവാണ്. അവിടെ ചെന്ന് മാനേജരെ കണ്ടു, മറ്റുള്ളവരെ കണ്ട് എനിക്ക് ഒരു ജോലി വേണമെന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കാൻ തയ്യാറായില്ല. പിന്നെ ഇദ്ദേഹത്തിന്റെ താണു വീണുള്ള അപേക്ഷയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ മാനേജർ പറഞ്ഞു, താങ്കൾക്ക് ഒരു ചെറിയ ജോലി ഞാൻ തരാം, പക്ഷെ താങ്കൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ആദ്യം പറയണം. അദ്ദേഹം പറഞ്ഞു, എന്ത് ജോലി വേണം ചെയ്യാൻ തയ്യാറാണ്. കാര്യം സാമ്പത്തികം അത്രയും ബുദ്ധിമുട്ടും പരാധീനം അനുഭവിക്കുന്ന ചെറുപ്പക്കാരന് എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാവും. ആ പട്ടിണിയുടെ വിളിയും വിഷമവും ഒക്കെ വല്ലാതെ അലട്ടുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ശരി ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഒരു സിംഹം ഉണ്ടായിരുന്നു. ആ സിംഹം മരണപ്പെട്ടു പോയി. അതിന് പകരമായിട്ട് വേറൊരു സിംഹത്തെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായും അതിനുള്ള
താങ്കളൊരു വേഷം കെട്ടി, സുമത്തിന്റെ വേഷം കെട്ടി സുമക്കുള്ളിൽ നിൽക്കുക, അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം നിവൃത്തിയായിട്ട് പറഞ്ഞു, ശരി ഞാൻ സമ്മതിച്ചു, ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ വേഷം കെട്ടാനായിട്ട് ആള് വന്നു. വേഷം സുമത്തെ പ്രണയിച്ച് അദ്ദേഹത്തെ ആ സിംഹത്തിന്റെ കൂട്ടിലിട്ട് കയറ്റിട്ട് ആ സിംഹക്കൂട് അടച്ചിട്ട് അയാള് പോയി. എന്നിട്ട് സിംഹക്കൂട്ടി കിടക്കുന്ന ആ മനുഷ്യൻ, ഞാൻ ചെറുപ്പക്കാരൻ, അവിടെ ഇങ്ങനെ ഒരു മൂലയ്ക്ക് എന്നിരുന്ന് എന്തായാലും ജോലി കിട്ടില്ല, എന്തായാലും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ സന്തോഷിച്ചിരിക്കും കാണാം. അപ്പുറത്തെ സൈഡിൽ ആ കൂട്ടിനകത്ത് തന്നെ വലിയൊരു കടുവ അപ്പുറ സൈഡിൽ ഇരിക്കുന്നു. അദ്ദേഹം വല്ലാതെ ഭയപ്പെട്ടു. കാര്യം താൻ വിഷമിക്കാൻ എനിക്ക് മാത്രമല്ല അറിയാവൂ, കടുവല്ലോ. കടുവ തന്നെ ആക്രമിച്ചു, മരണപ്പെടുത്തുക, തന്നെ കൊല്ലും, തന്നെ അത് എന്നുള്ള വല്ല ഭയത്തില് ആ ചെറുപ്പക്കാരൻ കടുവയെ കണ്ട് ഭയപ്പെട്ട് അദ്ദേഹം അലറി വിളിക്കുവാണ്. ആ സുഖക്കൂട്ടിൽ കിടന്നു വല്ല അലറി പറഞ്ഞു, നീ വിളിക്കണം, നിന്നെ പോലുള്ള ഒരു ആളാണ് എന്നെ നമ്മൾ മറ്റുള്ളവരെ അനാവശ്യമായി ഭയപ്പെടുന്നു. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ മറ്റുള്ളവരെ നമ്മളെക്കാട്ടിയും വലിയ കഴിവുള്ളവരാണ്, അവരുടെ മുമ്പിൽ ഞാൻ ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയുള്ളൊരു തോന്നൽ പലപ്പോഴും നമ്മളെ പിന്നോട്ടടിക്കുന്നതാണ്. ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നത് മറ്റുള്ളവരെ കഴിവുകളുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല, നമ്മുടെ കഴിവുകൾ എത്രയൊക്കെ കഴിവുകളുണ്ട്, ആ കഴിവുകൾ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. എല്ലാം 100% പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എവിടെ ചെന്നാലും നമുക്ക് ജീവിതത്തിൽ പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ നമ്മളെ കൊണ്ട് നമ്മുടെ കഴിവിൽ എന്താണോ നമ്മൾ ചെറിയ കാര്യങ്ങളായാലും ചെയ്യാൻ പറ്റുമോ, അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിലായാലും പ്രാസംഗിക കലയിലായാലും ഏത് കാര്യത്തിലും ഇവിടെ തന്നെ നമുക്കറിയാൻ പറ്റും. ഇപ്പം നിങ്ങളിവിടെ നമ്മുടെ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നു, എത്ര പേർക്ക് കഥ പറയാൻ അറിയില്ല, ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട്. എത്ര പേര് മുന്നോട്ട് വരുന്നുള്ളതാണ്. അവർക്ക് തീർച്ചയായിട്ടും ഒരൊറ്റയ്ക്ക് ഇരിക്കാമെങ്കിൽ ഒരു നല്ല രീതിയിൽ പറയും. ഒരു 10 പേര് കൂടുമ്പോൾ അവരുടെ മുന്നിൽ വന്ന് അത് പ്രസന്റ് ചെയ്യാനായിട്ട് അവര് വല്ലാതെ ഭയപ്പെടും. ഈ ഭയപ്പാട് വരുമ്പോൾ അവരുടെ മനസ്സിനകത്ത് അത് ബ്ലോക്ക് ആവും, അത് പറയാനായിട്ട് പറ്റാത്തൊരവസ്ഥ വരും. അതിൽ നമ്മളത് ഇതെല്ലാം മാറാമെന്നുള്ളത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. എന്റെ ജീവിതത്തിൽ ഞാനും ഇതിൽ ആദ്യമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. നമ്മുടെ ടോസ് മാസ്റ്റർ പോലുള്ള പല പ്രോഗ്രാമിലും ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുക്കുകയും ഇത് ചെയ്തുകൊണ്ട് ഇപ്പൊ എനിക്ക് അത്യാവശ്യം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും 2 വാക്ക് പറയാനായിട്ടൊക്കെ എനിക്കിപ്പോ സാധിക്കും. കാര്യം നമ്മൾ പണ്ടൊക്കെ ഭയപ്പെട്ടിരുന്നു. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എങ്ങനെയായിരിക്കും എന്നെ കുറിച്ച് കാണുന്നത്, ഞാൻ ചിലപ്പോൾ പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ, എല്ലാവരും എന്നെ മോശമായിട്ട് കാണുമോ, ഇങ്ങനെയൊക്കെയുള്ളൊരു വല്ലാതെ ഭയപ്പാട് എന്നെ വലട്ടിക്കൊണ്ടിരുന്നു. അതിനകത്ത് ഇങ്ങനെ ഈ ഗ്രൂപ്പിലും മറ്റു കാര്യങ്ങളിലൊക്കെ വരുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഭയപ്പാട് വെറും വിദ്യയാണെന്നുള്ളത്. അന്നേരം നമ്മളത് തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് വരിക, നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കുക, നമ്മളിലുള്ള വെളിച്ചം മറ്റുള്ളവർക്ക് പാത ഒരുക്കുകയാണെങ്കിൽ അത് വലിയ കാര്യം തന്നെയല്ലേ. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് ഒരു വലിയ കാര്യമില്ലായിരിക്കും, അപ്പൊ നമുക്കത് വലിയ വിഷയമായിരിക്കും. പക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് വളരെയധികം സ്വാധീനിക്കുന്ന പല സംഗതികളും എന്റെ അനുഭവത്തിൽ കൂടി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാര്യം നമ്മൾ ചെറിയ കാര്യങ്ങൾ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ അതൊരു വലിയ വഴിത്തിരിവ് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പൊ വലിയ ആളോ ചെറിയ ആളോ, വലിയ അറിവുള്ളവരോ ചെറിയ ഉള്ളവരോ എന്നുള്ളത് നമ്മുടെ അറിവുകൾ എന്താണോ അത് മറ്റുള്ള നമ്മൾ മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കുക. അല്ലാതെ വെറും നമ്മൾ സംസാരത്തിൽ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മളെപ്പോഴും പ്രവൃത്തിയിൽ കൂടി കാണിക്കേണ്ടത്. സംസാരം മാത്രമല്ല, പ്രവൃത്തിയിൽ കൂടി കാണിക്കാനായിട്ട് നമ്മൾ മുന്നോട്ട് വരിക. ഓക്കെ, നമുക്കത് ഇനി തുടർന്നുള്ള സമയം ഏകദേശം 8 മണി കഴിഞ്ഞു. എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാര്യം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരും മുന്നോട്ട് വരാം. കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ എനിക്ക് ഇങ്ങനെ അവസരം തന്ന എല്ലാവരോടുള്ള നന്ദി, സ്നേഹവും, അതേപോലെ തന്നെ എന്നെ കേട്ടിരിക്കാൻ ക്ഷമ, അതിനോടുള്ള ഒരു നന്ദി ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് പറയുകയാണ്. പിന്നെ യാത്രയിലാണ്, ഞാൻ വീട്ടിലെത്തിയിട്ടില്ല, യാത്രയിൽ എയർപോർട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായുള്ള തിരക്കും മറ്റു കാര്യങ്ങളും ഉണ്ട്. ശരി, ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു. തീർച്ചയായും നമുക്ക് വീണ്ടും പരിചയപ്പെടാം. ഓക്കെ, രമാവതി മാം പറയും. സാറേ, സാബു സാർ, അതുപോലെ മോഹൻദാസ് സാറ് പിന്നെ ബാങ്കിൽ നിന്ന് ഇത്ര വലിയൊരു പദവിന്ന് റിട്ടയർ ആയതെന്നൊക്കെ പറഞ്ഞു ഞാൻ കേട്ടു. പക്ഷെ എന്നിരുന്നാലും മോഹൻദാസ് സാറിന്റെ ഉള്ളില് ശരിക്കും ഇങ്ങനെ ഒരു
കലാകാരൻ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അത് ഏത് സമയത്ത് പുറത്ത് ചാടുന്ന രീതിയിൽ തന്നെ ആയിരുന്നു ലൈഫില്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കഥ എഴുതിയിട്ട് ഈ കഥ നമ്മളെ മുമ്പിൽ പറഞ്ഞു തരാനും ഇത് നമ്മളെ കേൾവിക്കാരാവാനൊക്കെ പറ്റിയത്. ഏതായാലും കഥയിലെ കാര്യം എന്ന് പറഞ്ഞാല് സ്ത്രീകളുടെ അതിൽ എല്ലാരും പറഞ്ഞ പോലെ തന്നെ സ്ത്രീകള് പ്രസവത്തിന് ആ സമയത്ത് ഇത്രയും പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലം പിന്നെ പണ്ടത്തെ കാലം തട്ടിച്ചു നോക്കുമ്പോൾ പ്രസവം എന്നുള്ളത് പണ്ട് പിന്നെ കൂട്ടുകുടുംബത്തിലെല്ലാം ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് വന്ന് പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഗർഭിണിയായി പ്രസവത്തിൽ വീട്ടിൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്, ഭർത്താവിന്റെ വീട്ടില് അതായത് കല്യാണം കഴിഞ്ഞ് വരുമ്പോ പെൺകുട്ടി കരഞ്ഞോണ്ട് വരും ഇവിടത്തേക്ക്. പ്രസവിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് കരഞ്ഞോണ്ട് പോകും. വീട്ടിൽ നിന്ന് ഇവിടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വിട്ടിട്ട് പോകുന്ന അവസ്ഥ അങ്ങനെയൊക്കെയാണ്. പക്ഷെ പ്രസവത്തിന് പണ്ടെല്ലാം ഈ മരുന്നുകള് അത് വളരെ പ്രാധാന്യമാണ് സാറേ. മരുന്നുകൾ മുൻകൂട്ടി ഉണ്ടാക്കി വെക്കുക, അതിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പ്, അതിനു വേണ്ടിയിട്ട് പിന്നെ വേറെ തന്നെ ഒരാളുണ്ടാവും ശുശ്രൂഷിക്കാൻ വേണ്ടി. കുടുംബത്തിൽ ഒരാളെ വിളിച്ചിട്ട് ശുശ്രൂഷിക്കാം. ഇതിൽ തന്നെ ഇപ്പൊ കഥയില് സാർ പറഞ്ഞ കഥയില് ഈ പ്രസവിച്ച ഉടനെ അതിലിപ്പം വയസ്സ് നോക്ക് സാറേ, 7, 5, 3. അതായത് അത് പണ്ട് പറയും എന്റെ മക്കൾ തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമാണ്. അതാണ് 7, 5, 3 ഇങ്ങനെ പോകുന്ന വയസ്സ്. അതുപോലെ തന്നെ മകരത്തില് ചന്ദ്രമോഹനം പേര് അതൊക്കെ കണ്ടുവച്ചിട്ട് ഇങ്ങനെ ആ സമയം 4:15 അവൻ പ്രസവിച്ചത്. എവിടെയെങ്കിലും ഒന്നുമില്ലെങ്കിൽ കലണ്ടറിൽ കുറിച്ചിട്ടിട്ടുണ്ടാവും ഇങ്ങനെ 4:15 പ്രസവിച്ചതെന്നൊക്കെ പണ്ടൊക്കെ. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അന്നേരം ഒരു ആനുകൂല്യം കിട്ടുന്ന സമയമാണ് സാറേ ഈ ഗർഭിണിയാവുക പ്രസവിക്കാന്നൊക്കെ പറയുമ്പോ. കൂടുതൽ കെയർ കിട്ടും. കാരണം വീട്ടിലെ ആൾക്കാരായാലും പിന്നെ അതുപോലെ തന്നെ ഭർത്താവിന്റെ അടുത്തുനിന്നാലും ഒരു ഓറഞ്ച് നമ്മുടെ കയ്യിൽ തന്നിട്ട് നമ്മൾ ഒലിഞ്ഞ് കഴിക്കുന്നതിന് പകരം ഓറഞ്ച് എല്ലാം എടുത്തിട്ട് അല്ലിയാക്കിയിട്ട് നമ്മളെ കയ്യിൽ തരും. എന്ത് ഭക്ഷണ പദാർത്ഥമായാലും നമുക്ക്. അതുപോലെ പ്രസവാനന്തര ശുശ്രൂഷ, ആ ശുശ്രൂഷ അങ്ങനെ നമ്മൾ സാറേ സമയമുണ്ടോ സാറേ? സോറി സാറ്. ശുശ്രൂഷ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം അതിനുള്ള മരുന്നുകൾ, പ്രത്യേക മരുന്നുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ കുളിക്കാനുള്ള സാധാരണ കുളിയല്ല, പ്രസവിച്ചവരെ കുളിപ്പിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്, ഒരുപാട് സമയം എടുത്തും കൊണ്ടാണ്. അതിന് പിന്നെ കിടന്നാ പിന്നെ അനങ്ങാൻ വിടൂല. നേരത്തെ അൻവിത മാഡം പറഞ്ഞ പോലെ അനങ്ങാൻ വിടൂല. കിടന്ന കാലം ഇങ്ങനെ നേരെ വെച്ചിട്ട് അനങ്ങാതെ കിടന്നേക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉണ്ട് പ്രസവത്തില്. അതിനോടനുബന്ധിച്ച് ഞാൻ ഒരു 5 മിനിറ്റും കൂടി എടുത്തോട്ടെ സാറേ? ചെറിയൊരു കഥ പോലത്തെ ഒരു സംഭവം പറഞ്ഞോട്ടെ? അമ്മ പറഞ്ഞു തന്നെ. അതായത് ഈ പണ്ട് അമ്മ പറഞ്ഞ ഒരു കഥയാണ് സാറ്. ഇപ്പൊ ജോൺ ചാണ്ടി സാറ് പറഞ്ഞല്ലോ എല്ലാരും കഥ ഉള്ളിലുണ്ടാവും പക്ഷെ ആരും പറയുന്നില്ല എന്ന്. അപ്പം ഒരു ചേച്ചിയും അനിയത്തി 2 മക്കളാണ്. അവർക്ക് കല്യാണം കഴിച്ചിട്ട് ഒരാൾക്കാണെങ്കിൽ കുട്ടികളേ ഇല്ല. അവരാണെങ്കിൽ നല്ല റിച്ചാണ്. ആ ചേച്ചി നല്ല റിച്ചാണ്, പക്ഷെ കുട്ടികളേ ഇല്ല. മറ്റവരാണെങ്കിൽ പാവപ്പെട്ടവനെ കല്യാണം കഴിച്ച് അവനെന്തെങ്കിലും കൂലി വേല ചെയ്തിട്ടും അതൊക്കെ. പക്ഷെ ഒരു 5-8 കുട്ടികളാണ് അവർക്ക്. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വഴിക്ക് വഴിയേ കുട്ടികളാണ്. അപ്പം ഇവരെത്രയായിട്ടും കുട്ടികളില്ലാതിരിക്കുമ്പോ ഒരു ദിവസം സങ്കടത്തോട് കൂടിയിട്ട് മൂത്ത ചേച്ചിയും ഭർത്താവും ഇങ്ങനെ സംസാരിക്കുകയാണ്. നമ്മൾ എത്ര കാലമായി ഇങ്ങനെ കുട്ടികളൊന്നും ഇല്ലാതെ, ഇനി സാധ്യതയൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, നിന്റെ അനിയത്തി എത്ര കാലമായി ഇങ്ങനെ 8 കുട്ടികളൊക്കെ ആയിട്ട് നിൽക്കുന്നു, അവരുടെ നിന്ന് ഒരു കുട്ടി നമുക്ക് വാങ്ങിക്കാം. അവരെന്തായാലും തരാതിരിക്കൂല. കാരണം എന്ന് പറഞ്ഞാല് 8 കുട്ടീന്ന് ഒരു കുട്ടീനെ എടുത്താൽ അവർക്ക് 7 കുട്ടികളെ ബാക്കി നോക്കേണ്ടതുള്ളൂ. എന്തായാലും അവർ തീർച്ചയായിട്ടും തരും. നീ ചോദിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. പോയിട്ട് ജസ്റ്റ് ചോദിക്കാം, നമ്മൾ നല്ല രീതിയിൽ തന്നെ വളർത്തിക്കോളാം, ഒരു കുട്ടീനെ എനിക്ക് തരണം. അപ്പം ഞാൻ പോകണോ എന്നുള്ള രീതിയിൽ പോയിട്ട് ചോദിക്കുന്നതിന് മുമ്പിൽ അവിടെ വീട്ടിലെത്തിയിട്ട് നോക്കുമ്പോ ഉണ്ടല്ലോ സാറേ, അന്നേരം പാത്രങ്ങളില്ല. ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പാത്രങ്ങളില്ലാത്തതുകൊണ്ട് ഈ നെല്ലുകുത്തുന്ന ഒലക്കുണ്ടില്ലേ, നമ്മൾ കുഴിച്ചിട്ട് ഉണ്ടാക്കുന്ന, അങ്ങനത്തത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഈ 8 കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഒലക്കുണ്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിലാണ് കഞ്ഞി വിളമ്പിട്ട് അതിൽ തന്നെ കുടിച്ച് അത് നല്ല വൃത്തിയിൽ കഴുകി വെച്ചാൽ അത് മൂടി വെച്ചാൽ അവർക്കുള്ള പാത്രങ്ങളാണത്. അപ്പം ഈ ചേച്ചി എത്തിയത് ആ സമയത്താണ്. അപ്പൊ അനിയത്തി എല്ലാവർക്കും കഞ്ഞി വിളമ്പി കൊടുത്തു. ഓരോരോ ആളും ഇങ്ങനെ കഞ്ഞി കുടിക്കുന്നതിന്റെ ഇടയിൽ കഥ പറഞ്ഞു കൊടുത്തു. കഥയെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവസാനം അമ്മേ ഞങ്ങൾ എഴുന്നേൽക്കട്ടെ, മക്കൾ എഴുന്നേറ്റ് പോയിക്കോന്ന് പറയുമ്പോ ഈ അനിയത്തി എന്താ ചെയ്യുന്ന പറഞ്ഞാല് ആ കുട്ടികൾ കഴിച്ച ഭക്ഷണത്തിന്റെ ആ പിന്നെ ഇവിടുന്ന് ഓരോ ഇതിൽ നിന്നും ബാക്കിയുള്ള ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ്.
ഓരോ കുഴിയിൽ നിന്ന് ഇങ്ങനെ ബാക്കിയുള്ള ഭക്ഷണം എടുത്ത് കഴിച്ച് ഈ 8ാമത്തെ കുഴീന്റെ അടുത്ത് എത്തിയിട്ട് അതും കൂടി കഴിച്ചു കഴിഞ്ഞിട്ട് പറയാണ്, യോ ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വയറ് നല്ലോണം നിറയുമായിരുന്നെന്ന്. പിന്നെ ആ ചേച്ചി ചോദിക്കാൻ നിന്നില്ല സാറേ, നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. തിരിച്ചു പോയിട്ട് പറയാണ്, ഞാൻ പോയിട്ട് എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. ഞാൻ പോകുമ്പോ ഭക്ഷണം കൊടുക്കുന്ന സമയമാണ്, ഇങ്ങനെ ഒലക്കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിലാണ് ഭക്ഷണം കൊടുക്കുന്നത്. അവളിങ്ങനെ ഓരോ ഭക്ഷണം ഇങ്ങനെ കഴിച്ച് 8ാമത്തെ അടുത്ത് എത്തുമ്പോ പറയാണ്, ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വയറ് കുറച്ചും കൂടി നിറയായിരുന്നു. അതുകൊണ്ട് കുട്ടികളെ തരുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു കഥയാണ് സാറേ. ഇതിൽ കഥ പറയാൻ ഒരു അവസരം തന്ന സാറിന് നന്ദി സാറേ. താങ്ക് യു. അതുപോലെ ജോൺ ചാണ്ടി സാറിന്റെ കഥയിലും അങ്ങനെ അത് ഞാൻ ഒരു സ്ലൈഡ് കാണിച്ചപ്പോ ഒരു സ്ലൈഡിൽ മുഴുവൻ അവരുടെ അതും നല്ല കഥയായിരുന്നു സാറേ. കാരണം നമ്മളിപ്പം പേടിക്കുന്നത്, നമ്മളിപ്പോ ആ രൂപം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ രൂപം കണ്ടാൽ ആ രൂപം ഇട്ടാന്നുള്ള മനസ്സിലുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മള് സിംഹമായിട്ടാണെങ്കിൽ സിംഹമായിട്ട് തന്നെ നിന്നാ മതി. നമ്മളെ കടുവൊന്നും ചെയ്യൊന്നുമില്ല. അത് നല്ല കഥയായിരുന്നു സാറേ. താങ്ക് യു. മാം അതിനെ ശ്രദ്ധിച്ചോ? എനിക്ക് അവിടെ സാറിന്റെ സൗണ്ടിന് സ്വല്പം ബ്രേക്ക് വന്നു. സത്യത്തിൽ ആ കടുവയായിട്ടിരുന്നത് ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. അതെ 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 അതെ. അത് കേട്ടില്ലേ സാറേ? ഞാനായിട്ട് ഇങ്ങനെ ഒരു ബ്രേക്ക് വന്നായിരുന്നു, അതുകൊണ്ടാണ് കടുവയായിട്ടിരുന്നതും മനുഷ്യനായിരുന്നു. പറഞ്ഞാണ് ഒരു രൂപത്തെ കണ്ട് പേടിക്കേണ്ടത്, അവനവന്റെ കോൺഫിഡൻസ് അതുമായിട്ട് മുന്നോട്ട് പോയാൽ മതി, പേടിക്കേണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇടയ്ക്കൊരു ബ്രേക്ക് വന്നായിരുന്നു, എനിക്ക് തോന്നിയത് മുഴുവൻ കേട്ട് കാണത്തില്ലായിരിക്കും. ഓക്കെ, ജോർജ് സാർ കൂടെ പറയും. അതെ, ഞാൻ ട്രാവലിംഗിലാണ്, അതുകൊണ്ടായിരിക്കും ബ്രേക്ക് ആയത്. റേഞ്ചിന്റെ പ്രശ്നം. ജോർജ് സാർ അൺമ്യൂട്ട് ചെയ്യും. താങ്ക് യു സർ. സാറേ, പറഞ്ഞതിന്റെ തുടർച്ചയെന്നാണ് പറയട്ടെ. ജോൺ സാറിന്റെ ആ ഇൻസ്റ്റന്റ് സ്റ്റോറിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ആദ്യമേ പറഞ്ഞു തുടങ്ങട്ടെ. സാബു സാറ് പറഞ്ഞ കടുവ ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി അതൊരു മലയാളി ആയിരുന്നു എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം മലയാളിക്കാണല്ലോ ഇതൊക്കെ പറ്റുക. എന്തായാലും നന്നായി, നമുക്ക് നമ്മുടെ കൂട്ടത്തിലേക്ക് ഒരാൾ കൂടെ കിട്ടി. ഇങ്ങനെ കഥ പറയാനും കേൾക്കാനും ആസ്വദിക്കാനും സന്തോഷം. പിന്നെ മോഹൻദാസ് സാറിന്റെ ആ സാഹിത്യ വാസന, ചന്ദനം തൊട്ടാൽ ചന്ദനം നാറും എന്ന് പറഞ്ഞ പോലെ ഈ വലിയ വലിയ സാഹിത്യകാരന്മാരുടെ കൂടെ സഹവസിക്കാൻ, ആ ലൈബ്രറിയുടെ ചുമതലക്കാരനാകാൻ, ജീവിതത്തിന്റെ നല്ലൊരു കാലഘട്ടം സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞ ഭാഗ്യവാനാണ് സാർ, സംശയമില്ല. ഇനിയും ഞാൻ കഥയിലേക്കല്ല ആദ്യം പോകുന്നില്ല. ഇനിയും നല്ല സാഹിത്യ സൃഷ്ടികൾ സൃഷ്ടിക്കാൻ സാറിന് സാധിക്കും. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, സമയത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അനുകൂല സാഹചര്യം വരുമ്പോൾ ആ മുട്ടികളൊക്കെ വിടരും. ഓക്കെ സാർ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അല്ല, അനുകൂല സാഹചര്യങ്ങൾ തുറന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞായിരുന്നു, മോൻസാർ പറഞ്ഞായിരുന്നു കഥ പറയണമെന്ന് പറഞ്ഞപ്പോ സാറിന് ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു, നമ്മളെങ്ങനെ പറയുന്നു. പക്ഷെ ഇപ്പൊ കണ്ടില്ല, എല്ലാം ക്ലിയർ ആയി. അപ്പൊ ഇനി അതന്നെയല്ല, സാറിന്റെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ സാറിന്റെ പഠനകാലത്ത് ജോർജ് സാർ പറഞ്ഞ പോലെ എത്ര അനുഭവ സമ്പത്തുള്ള ആൾക്കാരാണ്. പക്ഷെ അതിന്റെ റിസോഴ്സസ് സാർ കൃത്യമായിട്ട് പുറത്തെടുത്തിട്ടില്ല. ഇനി അതിനുള്ള സമയമാണ് കേട്ടോ. ഒട്ടും താമസിക്കണ്ട. പുതിയ രചനകൾ, പുതിയ കൃതികൾ, പുതിയ കഥകൾ ഒക്കെ പുറത്തിറക്കാനുള്ള ഒരു നല്ല വേദിയായിട്ട് ഇതും സാറിന്റെ ജീവിതം ഉപയോഗിക്കാം എന്നുള്ള ഒരു വലിയ എന്താ പറയുന്ന ഒരു പ്രോത്സാഹനം കൂടെ നമ്മൾ തരികയാണ്. സുനിൽ സാർ കൂടെ പറയും. സുനിൽ സാർ അൺമ്യൂട്ട് ചെയ്യും. കേൾക്കുന്നില്ല. അൺമ്യൂട്ട് ചെയ്യും. ഞാൻ സുനിൽകുമാർ ഒറീസയെന്നാണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഞാൻ ഈ പ്ലാറ്റ്ഫോമിലെ ചൊവ്വാഴ്ചകളിൽ ഈ കഥ പറയുന്ന ആ ഒരു സന്ദർഭം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ പലപ്പോഴും കയറാൻ പറ്റാറില്ല. പക്ഷെ ഇന്ന് മറ്റേ സാറ് പറഞ്ഞ പോലെ നിമിത്തം പോലെ ഇന്നിവിടെ ഹോളി എന്നുള്ള ആഘോഷം കൊണ്ട് ഞങ്ങൾക്ക് അവധിയാണ്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഹോളി ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ഹോളി ആഘോഷത്തിന്റെ ഇടയിൽ ഇന്ന് ഒരു പൊങ്കൽ എന്നുള്ള ആഘോഷത്തിന്റെ ഒരു കഥ പറഞ്ഞുകൊണ്ട് മോഹൻദാസ് സാർ ഇവിടെ വന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ്, അല്ലെ വളരെ കുറച്ചാണ് ഇതിനകത്ത് വരുന്നത് ഈ ചൊവ്വാഴ്ചകൾ. അപ്പോൾ സ്വന്തം
കഥ അങ്ങനെ അവതരിപ്പിച്ചത് ഞാൻ കേട്ടിട്ടില്ല. സാബു സാറിന് അറിയായിരുന്നു. ആരെങ്കിലും അവതരിപ്പിച്ച് കാണും. മോഹൻദാസ് സാറ്, ഈ തമിഴ് മാതൃഭാഷയായ മോഹൻദാസ് സാർ മലയാളത്തിൽ ഇത്രയും ഗംഭീരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു കഥ നമ്മളെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഞാനൊരു കൗതുകം കാണുന്നത്. അതിനകത്ത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കഥ പറയുന്നത് മാത്രമല്ല, ഒരുപാട് ഒരു കാലഘട്ടത്തിന്റെ മാറ്റങ്ങളിലൂടെ സാർ അതിനകത്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതായത് അതിനകത്ത് കാലഘട്ടത്തിന്റെ മാത്രം മാറ്റമല്ല, ആ ഓരോ സമയത്തുള്ള ഇപ്പം നമ്മുടെ തൊട്ടു മുമ്പ് പറഞ്ഞ നമ്മുടെ അനിരുദ്ധ മാഡം അല്ലെങ്കിൽ രമാവതി മാഡം ഒക്കെ പറഞ്ഞു, അവരൊക്കെ അനുഭവത്തിന്റെ പുറത്ത് പറയുന്നു. നമുക്കങ്ങനെ ഒരു പ്രസവത്തിന്റെ ഒരു അനുഭവം പറയാൻ പറ്റില്ല. നമ്മളെല്ലാം നേരത്തെ ആരൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു പ്രത്യേകത്തിന് ഔട്ടായിട്ടുള്ള ആൾക്കാരായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പൊ സാറിന്റെ മനസ്സിലുള്ള ഒരു സാഹിത്യ അഭിരുചി, സാറിന്റെ ആ ഒരു കൂട്ടായ്മയിൽ ശൂരനാട് കുഞ്ഞമ്പിള്ള സാർ എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമിക്കുന്ന ആൾക്കാരല്ലേ. ONV സാറ് അല്ലെങ്കിൽ സാർ പറഞ്ഞ എല്ലാവരും. അപ്പൊ അവിടുന്ന് കിട്ടിയ ഒരു പ്രചോദനം സാറ് കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. സാധാരണ ബാങ്കിലെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കുകളുടെ തിരക്കിന്റെ ഇടയിൽ ഇത് മറക്കുന്ന അല്ലെങ്കിൽ ഒരു അക്കങ്ങളുടെ കിലുക്കം മാത്രം മനസ്സിലുള്ള ആൾക്കാരെ. അപവാദങ്ങളുണ്ട്, നമ്മുടെ സേതു സാറും അല്ലെങ്കിൽ KP രാമനുണ്ണിയൊക്കെ ഉണ്ട് അതിൻ്റെ അറിവിൽ. പക്ഷെ സാറിൻ്റെ ഈ പഴയ കാലത്തെ ഓർമ്മകളും അനുഭവങ്ങളും അത് യഥാർത്ഥ കഥയാണെന്ന് പറഞ്ഞു എൻ്റെ ഓർമ്മ. യഥാർത്ഥമായി സംഭവിച്ച കാര്യം എന്നുള്ള രീതിയിലാണ് സാറ് അവതരിപ്പിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അത് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ ഇത് മറ്റേ ജോഷി സാറ് പറഞ്ഞ പോലെ അതിനകത്തൊരു മനഃശാസ്ത്രം കൂടെ വരുന്നുണ്ട്. ദാമ്പത്യത്തിന്റെ ഒരു ഈടും പാവും എന്നൊക്കെ പറയുന്ന പോലെ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. അതായത് ആര് വേണം കൂടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭർത്താവ് മതി കൂടെ എന്ന് പറയുന്ന ഒരു ഭാര്യയുടെ ഒരു മനസ്സുകൂടെ അതിനകത്ത് ഞാൻ കാണുന്നു. അത് അവരുടെ ദാമ്പത്യത്തിന്റെ ആ ഒരു സന്തോഷാവസ്ഥയാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഇതിനു മുമ്പ് ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചു. ജോൺ ചാണ്ടി സാറിന് സ്പെഷ്യൽ നന്ദി, ഒരു പുതിയ കഥയെ കൊണ്ടുവന്നു. രമാവതി മാഡം ഒരു അനുഭവ കഥ അല്ലെങ്കിൽ ഒരു കേട്ട കഥ പറഞ്ഞു. അപ്പൊ അങ്ങനെ കഥകളുടെ ഒരു കഥ കേൾക്കാനാണ് ഇരുന്നെങ്കിലും ഒരു 3-4 കഥകൾ കേട്ട അല്ലെങ്കിൽ ഒരു പൂ ചോദിക്കുമ്പോൾ പൂകാലം കിട്ടിയ പോലെ നല്ല ഒരു ഫീഡ്ബാക്ക് കൂടെ ചേർന്നപ്പോൾ വളരെ ഭംഗിയായി. മോഹൻദാസ് സാറെ, ഞാൻ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. കാടെല്ലാം പിച്ചിപ്പൂ എന്നുള്ളൊരു കഥാസമാഹാരം വായിക്കണമെന്നുണ്ട്, ഞാൻ വിളിക്കാം. താങ്ക് യു സാബു സർ, ജോഷി ജോസഫ് സർ, ഫോർ അറേഞ്ചിങ് സച്ച് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി. അത് ഇത് ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. സ്വന്തം കഥയാണ്, അത് നന്നായിട്ട് അവതരിപ്പിച്ചു. താങ്ക് യു സാബു സർ. അതുപോലെ ശുദ്ധോദരൻ സാർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം അതുപോലെ നന്നായിട്ട് വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹത്തിന്റെ ഫീഡ്ബാക്കും വന്നത്. പൂയില്യത്തിനെ കുറിച്ചും സൂഫി പറഞ്ഞ കഥയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ KP രാമനുണ്ണിയുടെ കഥയാണ് ഈ സൂഫി പറഞ്ഞ കഥ എന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഒരു ബാങ്കറായിരുന്നു. സാബു സാർ. സാബു സാറേ. ജോഷി സാർ പറഞ്ഞു. യെസ്, വളരെ നന്നായിരിക്കുന്നു. ഇനി ആരെങ്കിലും പറയാനുണ്ടോ? ആരെങ്കിലും പറയുന്നുണ്ടോ അഭിപ്രായങ്ങൾ? എനിബഡി? ഇല്ല. ഓക്കെ, അപ്പൊ ഇനിയുള്ള ചൊവ്വാഴ്ചകൾ വീണ്ടും മോഹൻ സാറ് കഥയുമായി വരിക. ബാക്കി ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കെല്ലാം കഥകൾ പറയാനുള്ള അവസരം ഉണ്ടെന്ന് ഓർക്കണം. തീർച്ചയായിട്ടും സ്വന്തം കഥകൾ ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ല എങ്കിൽ നല്ല കഥകൾ മലയാളത്തിലോ മറ്റ് ഭാഷകളിലോ ഒക്കെ ഉണ്ട്. അതെടുത്ത് മലയാളത്തിൽ അവതരിപ്പിച്ചാൽ
നമുക്കെല്ലാവർക്കും നന്നായി അത് ആസ്വദിക്കാൻ പറ്റും. ഒരു അരമണിക്കൂർ 40 മിനിറ്റ് നേരം കൊണ്ട് മാക്സിമം അവതരിപ്പിക്കുകയും പിന്നീടുള്ള കുറച്ച് സമയം നമുക്ക് ഇത്തരത്തിൽ വിലയിരുത്തൽ നടത്തുകയും ചെയ്യുമ്പോൾ വളരെ ധന്യമായ ഒരു സ്റ്റോറി തെറാപ്പി എന്നുള്ള നിലയിൽ ഈ സെഷൻ ഭംഗിയായി മാറും. ഈ കഴിഞ്ഞുപോയ ആഴ്ചകളൊക്കെയും അത്തരത്തിൽ നന്നായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് മോഹൻ സാറ് ആദ്യമായി, അദ്ദേഹം നമ്മൾ അടുത്തറിയും തോറും വലിയൊരു മനുഷ്യനാണ്. എത്രയോ സാഹിത്യ പിന്നെ ഉന്നതരുമായി നല്ല അടുത്ത ബന്ധമുള്ള ആളാണ്. നമുക്ക് അത്രയൊന്നുമില്ല, അത്രയില്ലെന്നല്ല, ഒട്ടുമില്ല. പക്ഷേ അദ്ദേഹം എത്രയോ വിനയാന്വിതനായി ഭയത്തോടെ എനിക്കിത് അവതരിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള നമ്മുടെ അടുത്തൊരു തരം സന്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് വന്നത്. ആ ഒരു സന്ദേഹത്തിൻ്റെയും ആവശ്യമില്ലാത്ത ആളാണ്, വലിയ വ്യക്തിത്വമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു. തുടർന്നും സാറ് കഥകളുമായിട്ട് വരണം. സുനിൽ സാറും കഥ പറയണം. എല്ലാ ചൊവ്വാഴ്ചകളിൽ ഇതിനുള്ള അവസരം പരമാവധി കണ്ടെത്തണം എന്നുള്ള കാര്യം പറയട്ടെ. തീർച്ചയായിട്ടും ഏപ്രിലിൽ ഞാൻ ഫ്രീ ആവുമെന്ന് തോന്നുന്നു. കാരണം മാർച്ച് 31 ഒരു പ്രഷറുണ്ട് ഇപ്പം. അതിന്റെ ഞാൻ 8 മണിക്കാകും വീട്ടിലെത്തും. അപ്പോഴേക്ക് ഇത് കഴിയാറായിട്ടുണ്ട്. മോഹൻദാസ് സാർ ഒരു സംശയം ചോദിച്ചിട്ട്. മോഹൻദാസ് സാർ, സാർ മ്യൂട്ടാണ്. മോഹൻദാസ് സാർ, ഈ രാജലക്ഷ്മിയുടെ കഥകൾ വായിച്ചതാണോ അതോ അവരെ നേരിട്ട് പരിചയമുണ്ട്? ഇല്ല, കഥകളെ വായിച്ചിട്ടില്ല. അവര് മരണപ്പെട്ടു പോയല്ലോ, അതെ, രാജലക്ഷ്മി എന്ന എഴുത്തുകാരി. അവിടെ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് കഥകൾ വായിച്ചിട്ടുണ്ട്. ഓക്കെ, മോഹൻദാസ് സാറിന്റെ കഥയെ കുറിച്ച് സാറിൻ്റെതായ ഒരു വിവരണം കൂടെ ഞങ്ങൾക്ക് കേൾക്കണം. ഞാൻ പറഞ്ഞായിരുന്നു സാർ. അല്ലല്ല, മോഹൻദാസ് സാറിന്റെ കഥയെ കുറിച്ച് മോഹൻദാസ് സാർ എന്ത് പറയുന്നു ഞാൻ ഒന്ന് കേൾക്കണം. സ്വന്തമായിട്ടുള്ള വിശകലനം. ആദ്യമായിട്ട് സാറ് വിളിയെന്നുള്ള വേണ്ട, അല്ലാതെ ചോറ് മതി. കാരണം അങ്ങനെ ഒരു അടുപ്പമായിട്ടുണ്ട്. മാത്രം സമപ്രായക്കാരാണ്. അത് തന്നെ സാറിനുള്ള വലിയൊരു ഇതാണ് തോന്നുന്നുണ്ട്. പിന്നെ ഞാന് ഈ 3 കഥാപാത്രങ്ങളും ജീവിതത്തിലുള്ളത് തന്നെയാണ്. അമ്മ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്, 92 വയസ്സായി. അമ്മയുടെ 4ാമത്തെ മോനാണ് ഞാൻ. എന്റെയാണ് ആദ്യത്തെ. വീണ്ടും സ്റ്റക്കായി തോന്നുന്നു സാർ. അനുഭവം സാറിന്റെ അവിടെ റേഞ്ച് ചെറിയ പ്രോബ്ലം ഉണ്ട്. പറഞ്ഞോളൂ സാറേ. റേഞ്ച് ആയില്ല സാറേ, കിട്ടുന്നില്ല. നമ്മുടെ ജോൺ സാറിന്റെ ക്ലൈമാക്സ് പോലെയായിരുന്നു. എനിക്ക് തോന്നുന്നു ക്യാമറ അങ്ങ് ഓഫ് ചെയ്യാമെങ്കിൽ. ഓഫ് ചെയ്താൽ ചിലപ്പോ കിട്ടും. ഞാൻ ഓഫ് ചെയ്യാം. അപ്പം ഇത് 3 കൂടി ഇപ്പം ഞാൻ വീഡിയോ ഓഫ് ചെയ്താ. പറഞ്ഞോളൂ. മോളും മരുമോനും സിംഗപ്പൂരിലായിരുന്നു. മോൾ അവിടെ വെച്ചാണ് പ്രഗ്നന്റ് ആകുന്നതും 8ാം മാസം ആകുമ്പോഴാണ് വരുന്നത്. അപ്പൊ അവര് പറയാറുണ്ട്, അവിടെ ചെക്കപ്പിന് പോകുമ്പോൾ 2 പേരും അകത്ത് പോകാറുണ്ട്. എല്ലാ കാര്യങ്ങളും ഭർത്താവിനോട് പറയും, അവിടെ ഉണ്ടായിരിക്കണം, സ്കാൻ ചെയ്യുമ്പോഴും അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത്. പക്ഷെ അതേ ഒരു ഇമ്പാക്ട് ഇവിടെ നമുക്ക് കിട്ടി, അദൃശ്യമായിട്ടുള്ളത് കിട്ടി. നല്ലൊരു ഡോക്ടറായിരുന്നു അവര്. ഇത് മോന്റെ അനുഭവമാണ്, ഞാനും കൂടെ നിന്ന് അനുഭവിച്ചൊരു ഇത് തന്നെയാണ്. അവര് ഡോക്ടർ പറഞ്ഞ വാക്കാണ്, ചരിത്രകുമാരൻ എന്നുള്ള വാക്ക് ഡോക്ടറാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു ഇതിലേക്ക് നമ്മൾ ഉയർത്തപ്പെട്ടു, നമ്മൾ ആ ഇതിലേക്ക് നമ്മൾ മാറി വരുന്നു എന്നുള്ളതാണ്. അവരുടെ മാത്രം ഉത്തരവാദിത്തം അല്ല, നമ്മുടെയും കൂടി ഉത്തരവാദിത്തം എന്നുള്ളതിലേക്ക്. സാറിന് മരുമോട് വരുമ്പം അവരുടെ വീട്ടിൽ അവരെ അച്ഛനമ്മയും നോക്കുന്നുള്ളത് കാര്യമല്ല. ഇപ്പൊ എല്ലാവരും ആ സമയത്ത് അവിടെ സന്നിധരായിരുന്നു. അവരുടെ ഫീലിംഗ് തന്നെയാണ് നമ്മൾക്ക് അതുപോലെയുള്ളത്. അതുപോലെ ഇവൻ ജനിച്ചപ്പോഴും ഞാൻ ജനിച്ച അതേ തെക്കേടെ ഹോസ്പിറ്റലായിരുന്നു.
അവിടെയൊക്കെ ഒന്നും ഇത്രയും ഫ്രീഡം ഒന്നും ഇല്ലല്ലോ. പുറത്ത് വണ്ടിയില് പിന്നെ കൊതുകടിയും കൊണ്ട് പിന്നെ ഇതുപോലെ ഒരു സെപ്റ്റംബർ മാസത്തിലാണ് ആ തണുപ്പും കൊണ്ട് ഒക്കെ കഴിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ അതൊക്കെയാണ് ഉള്ളിൽ നടന്ന് ഇങ്ങനെ കയറിയപ്പം ഒരു കഥ വേണമായിരുന്നു. അന്നേരം ഇത് ഒന്ന് എഴുതി. അത് എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു ഇത് കേട്ടപ്പോൾ. തീർച്ചയായിട്ടും അത് റിയാലിറ്റി കൃത്യമായിട്ട് തോന്നുന്നു. നമുക്ക് തോന്നിയിരുന്നു ജോർജ് സാർ ആദ്യം പറഞ്ഞ പോലെ, കാരണം അതിന്റെ ആ പ്രമേയം അങ്ങനെയാണ്. പക്ഷെ സാർ വളരെ കൃത്യമായിട്ട് മനോഹരമായി പ്ലേസ് ചെയ്തു. മൂന്നും മകരം തന്നെയാണ്, മൂന്നും മകരം ഒന്ന് തന്നെയായിരുന്നു അല്ലേ? പൊങ്കല് തന്നെയായിരുന്നു, പൊങ്കല് തന്നെയായിരുന്നു. അതെ അതെ. ഒന്ന് ആദ്യത്തെ മകരപ്പൊങ്കൽ, രണ്ടാമത്തത് ആറ്റുകാൽ പൊങ്കൽ, മൂന്നാമത്തത് മകരപ്പൊങ്കലിന്റെ അടുത്ത ദിവസം. ഇതിനകത്ത് വേറെ വ്യത്യാസമുണ്ട്. സാറ് ആദ്യം പറഞ്ഞിരുന്നു സാറിന്റെ മലയാളം ക്ലാസ്സില് സാറും അധ്യാപകനും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഒരു ചരിത്ര നിമിഷങ്ങൾ ഒത്തിരി ഉണ്ട് ലൈഫില്. സാബു സാറേ, ഏകാധ്യാപക വിദ്യാലയം കേട്ടിട്ടുണ്ട്. ഏക വിദ്യാർത്ഥിയുള്ള ഒരു ക്ലാസ് ആദ്യമായിട്ട് കേട്ടു. ഏക വിദ്യാർത്ഥി ഏക അധ്യാപകനുള്ള ഏക ക്ലാസ് അല്ലെ? അപ്പൊ മോഹൻദാസ് സാർ താങ്ക് യു. ജോർജ് സാർ ഒരു കൺക്ലൂഷൻ പറയൂ. ഞാനിപ്പോ ഒന്ന് പറഞ്ഞിരുന്നു കേട്ടോ സാറേ, ഞാനൊന്ന് പറഞ്ഞായിരുന്നു. നിർത്താൻ വേണ്ടി നന്ദി പറയും. അപ്പോ തീർച്ചയായിട്ടും സാറ് നമ്മൾ വിളിച്ചപ്പോൾ സാറിന്റെ ആ ഔന്നത്യത്തിന്റെ ഭാവത്തിലായിരിക്കാം വിനയാന്വിതനായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ സാർ ഒരു വലിയ ഉന്നതനാണ്. സാറിന്റെ സാന്നിധ്യം ഈ പ്ലാറ്റ്ഫോമിന് വലിയ അനുഗ്രഹപ്രദമായി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ എളിയ ക്ഷണം ആദ്യം സ്വീകരിച്ചു. ഇനിയും നമ്മൾ ഈ കുടുംബത്തിലെ അംഗമായി ഒന്നായി നമുക്കിനി മുന്നോട്ട് പോകാം. എല്ലാവിധ ഭാവങ്ങളും നന്ദി. എനിക്കൊന്നും കൂടെ പറയാനുണ്ട്. സാധാരണ നമ്മളൊരു പ്രോഗ്രാമിന് വിളിച്ചു കഴിഞ്ഞാൽ നേരെ പ്രോഗ്രാമിന് വരിക, അങ്ങനെയല്ല. മോഹൻദാസ് സാർ പല ദിവസം നമ്മളോട് കൂടെ ചേർന്ന് ഇതിന്റെ ഘടനയും എല്ലാം മനസ്സിലാക്കിയിട്ടാണ് സാറ് കൃത്യമായിട്ട്. എന്നിട്ട് സാറ് എനിക്ക് തോന്നുന്നു പറയണോ എന്ന് വരെ സാറ് ചോദിച്ചു. അപ്പൊ അത്ര കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ആണ് മോഹൻദാസ് സാർ പറഞ്ഞത്. സാർ കട്ടായി പോയല്ലോ പിന്നെ. അവിടെ ആയതുകൊണ്ട് റേഞ്ച് എപ്പോഴും പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ മോഹൻദാസ് സാർ ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. വീണ്ടും എല്ലാ ദിവസവും സാന്നിധ്യം ഉണ്ടാകട്ടെ. വീണ്ടും കഥകൾ രചിക്കാൻ ഒരു പ്രചോദനമാകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സാർ അൺമ്യൂട്ട് ചെയ്യും. സാർ കേൾക്കുന്നില്ല, അൺമ്യൂട്ട് ചെയ്യും. കേട്ടില്ല, അൺമ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ട് ആയില്ല. കേക്കാം. നാളെ ഉച്ചയ്ക്ക് ശേഷം ഗുരുവായൂർ പോയാണ്, മറ്റൊരു കല്യാണം. അപ്പൊ നാളെ വൈകിട്ട് കയറാൻ പറ്റത്തില്ല. ഓക്കെ സാർ, കുഴപ്പമില്ല. സാറിന്റെ സമയം പോലെ കയറിക്കോളൂ. ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു. നാളെ നമുക്ക് മൈൻഡ്ഫുൾ മെഡിറ്റേഷന്റെ ദിവസമാണ്. വിയന്നയിൽ നിന്ന് ആന്റണി പുത്തമ്പരക്കൽ സാറിന്റെ മെഡിറ്റേഷൻ നമുക്ക് ശ്രദ്ധിക്കാം. സോ ഇന്ന് എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു. താങ്ക് യു സാബു സാർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്.